ഹായ് എവരി വൺ, എല്ലാവർക്കും ഫാൽക്കണക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി ഋഷി. സോ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് UGC നെറ്റ് പേപ്പർ 1ന്റെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷനുമാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ എന്താണ് ഇതിപ്പം UGC നെറ്റ് എക്സാമുകൾക്ക് മാത്രമല്ല, ഇപ്പൊ ഡിഗ്രി ലെവൽ വരുന്ന എക്സാമുകൾക്കൊക്കെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ടോപ്പിക്കുകളുണ്ട്. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പം അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ സിലബസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മിലേനിയം ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. അത് മിക്ക എക്സാമുകൾക്കും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് മിലേനിയം ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. പിന്നെ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ് ഇന്ററാക്ഷൻസിനകത്ത് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ഇമ്പാക്ട്സ് ഓൺ എൻവയോൺമെന്റ്. പിന്നെ ഇത്രയും വരുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, ലോക്കൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ. അതിലെ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസ്. പിന്നെ ഇമ്പാക്ട്സ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസ് ഉണ്ട്, സോളാർ, വിൻഡ്, സോയിൽ, ഹൈഡ്രോ, ജിയോതെർമൽ, ബയോമാസ്, ന്യൂക്ലിയർ ആൻഡ് ഫോറസ്റ്റ്. പിന്നെ നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. പിന്നെ വരുന്നത് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ആണ്. പിന്നീട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ഓർ എഫോർട്സ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഏത് ഷിഫ്റ്റ് ആയിക്കോട്ടെ, പേപ്പർ 1ന് ഏറ്റവും കൂടുതൽ ഈ ഒരു യൂണിറ്റിൽ നിന്നും ചോദിക്കുന്ന ടോപ്പിക്സ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ, റിയോ സമ്മിറ്റ്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ്, ഫൈനലി ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇതൊക്കെ തന്നെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് നമുക്ക് ഈ യൂണിറ്റിന്റെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നോക്കിക്കോ. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് നമുക്ക് നോക്കാം. മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് MDGs എന്ന് കൊടുക്കാം. അതായത് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് MDGs. ഇറ്റ് വെയർ എ സെറ്റ് ഓഫ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. അതായത് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ് that were established following the Millennium Summit of the United Nations in 2000, aiming to tackle poverty. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നത്? To tackle poverty, education, gender equality, health and environmental sustainability. ഇത്രയും കാര്യങ്ങളാണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ എയിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. അതായത് ഇന്റർനാഷണലി ഡെവലപ്ഡ് കൺട്രീസിലും ഡെവലപ്പിംഗ് കൺട്രീസിലും ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്നതാണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. ദാറ്റ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഫോളോയിങ് ദ മിലേനിയം സബ്മിറ്റ് യുണൈറ്റഡ് നേഷൻസിൽ 2000-ലാണ് ഈ പറഞ്ഞിരിക്കുന്ന മിലേനിയം സബ്മിറ്റ് കോൺഫറൻസിൽ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്തിട്ടുള്ളതും എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൽ ടു ടാക്കിൾ പോവേർട്ടി, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക, എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി, ഹെൽത്ത്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ഇത്രയും കാര്യങ്ങളായിരുന്നു യുണൈറ്റഡ് നേഷൻസിൽ 2000-ൽ ആ ഒരു മിലേനിയം സബ്മിറ്റിനെ ഫോളോ ചെയ്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യം. അതായത് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. നമുക്ക് ഷോർട്ട് ഫോമിൽ അതിനെ MDGs എന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് ഈ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ 8 ഗോളുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ടോട്ടൽ 8 ഗോൾസ് ആണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനകത്ത് വരുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് ഹങ്കർ. അതായത് അതിദാരിദ്ര്യം, എക്സ്ട്രീം പോവേർട്ടിയും ഹങ്കർ, വിശപ്പ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുഴുവനായിട്ട്, അതിദാരിദ്ര്യത്തിനെയും പട്ടിണിയും വിശപ്പ്, ഇതൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് ഒരു 7ാം തരം വരെ എങ്കിലും കുട്ടികൾ പഠിച്ചിരിക്കണം. പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കണം കുട്ടികൾക്ക്. ആർക്കും, എല്ലാവർക്കും യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യണം. അതുപോലെ പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർ വുമൺ, അതായത് ജെൻഡർ ഇക്വാളിറ്റി, അതുപോലെ സ്ത്രീ ശാക്തീകരണം. പിന്നെ ചൈൽഡ് മോർട്ടാലിറ്റി, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ഈ ഇൻഫന്റ് ഡെത്ത്, അതുപോലെ കുട്ടികളുടെ പെട്ടെന്നുള്ള മരണങ്ങൾ, ഇതൊക്കെ കുറയ്ക്കുക. ഇംപ്രൂവ് മറ്റേണൽ ഹെൽത്ത്. മറ്റേണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ
ഈ പ്രഗ്നന്റ് ലേഡീസിന്റെ ഒക്കെ പ്രഗ്നൻസി ടൈമിൽ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ മെറ്റേണൽ ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. അത് പിന്നെ കോമ്പാക്ട് HIV, AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. HIV, AIDS പോലുള്ള രോഗങ്ങൾ, അതായത് എയ്ഡ്സ്, മലേറിയ, മറ്റ് ഡിസീസസ് ഒക്കെ തന്നെയും കോമ്പാക്ട് ചെയ്യുക, അതിനെതിരെ നമ്മൾ പൊരുതണം. എൻഷുർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അതുപോലെ ലാസ്റ്റ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഡെവലപ്പിംഗ് കൺട്രീസിന്, അതായത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് എന്താണ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് മറ്റ് കൺട്രീസിന്റെ സഹായത്തോടു കൂടി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്കും കരുതി പ്രസന്റിലുള്ള കാര്യങ്ങളെ നമ്മൾ ഫ്യൂച്ചറിന്റെ നീഡ്സിനെ കരുതി പ്രസന്റിൽ നമ്മൾ ഓരോ റിസോഴ്സസും യൂസ് ചെയ്യുക. അതായത് പ്രസന്റ് നീഡ്സ് നമ്മൾ കൺസിഡറിങ് ദ ഫ്യൂച്ചർ ജനറേഷനെയും കൂടെ കൺസിഡർ ചെയ്ത് പ്രസന്റ് നീഡ്സിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്ത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് ഗോൾസ്? ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ഇംപ്രൂവ് മറ്റേണൽ ഹെൽത്ത്, combat HIV or AIDS, malaria and other diseases, ensure environmental sustainability, global partnership for development. അപ്പോൾ ഇത്രയുമാണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ SDGs എന്ന് പറയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. The Sustainable Development Goals, also known as the Global Goals. അതിനെ എന്ത് മറ്റു പേര് വിളിക്കാം? ഗ്ലോബൽ ഗോൾസ് എന്ന് വിളിക്കാം. It is a set of 17 goals that the United Nations established in 2015 to guide the international community's development efforts until 2030. അതായത് 2015 ഈ പറഞ്ഞിരിക്കുന്ന 17 ഗോൾസ്, അതായത് ഗ്ലോബൽ ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഗ്ലോബൽ ഗോൾസ് എന്നാണ് മറ്റൊരു പേര്. 17 ഗോൾസ് അടങ്ങിയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 2015. അത് എന്നാണ് അച്ചീവ് ചെയ്യേണ്ടത്? 2030 ആവുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഗോൾസ് 2030 ഈ ഡെവലപ്മെന്റ് എഫോർട്സ് ഒക്കെ തന്നെയും അച്ചീവ് ചെയ്യണം എന്നാണ് 2015 ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 17 ഗോൾസിന്റെ സെറ്റ് പറഞ്ഞിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് aims to balance our economic, environmental, social needs and universal health, allowing prosperity for now and future generations. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്? എക്കണോമിക്, എൻവയോൺമെന്റൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, യൂണിവേഴ്സൽ ഹെൽത്ത്. യൂണിവേഴ്സൽ ഹെൽത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ വരും? ഇപ്പോഴത്തെ, അതായത് പ്രസന്റ് ജനറേഷനിലും ഫ്യൂച്ചർ ജനറേഷൻസിലെയും കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എയിം ചെയ്യുന്നത്, അത് ബാലൻസ് ചെയ്യുന്നത്. അതിൽ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ട്, എൻവയോൺമെന്റൽ ഉണ്ട്, സോഷ്യൽ നീഡ്സ് ഉണ്ട്, അതുപോലെ യൂണിവേഴ്സൽ ഹെൽത്ത്. അത് മെയിൻ ആയിട്ടും പ്രസന്റിലെ കൺസിഡർ ചെയ്യുന്നതിനോടൊപ്പം ഫ്യൂച്ചറും കൂടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നൗ ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻസ് എന്നാണ് പറയുന്നത്. പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻസ്. ഇനി ഇറ്റ് മീറ്റ്സ് ദി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് ഇപ്പോൾ നമ്മൾ പ്രസന്റിലുള്ള നീഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ്. ഇപ്പോഴത്തെ പ്രസന്റിലെ നീഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫ്യൂച്ചർ ജനറേഷൻസിനും ആ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതിന് യാതൊരുവിധ കോംപ്രമൈസിങ്ങും പാടില്ല. പ്രസന്റിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും റിസോഴ്സസ് ഒക്കെ തീർത്തു കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ ജനറേഷൻസിന് യാതൊരു റിസോഴ്സസോ എനർജി റിസോഴ്സസോ ഒന്നുമില്ല അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയല്ല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫ്യൂച്ചർ ജനറേഷൻസിന് എബിലിറ്റി യാതൊരു വിധത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. പ്രസന്റ് നീഡ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫ്യൂച്ചർ ജനറേഷൻസിനെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അതാണ് പറഞ്ഞത്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഇനി ദ 3 elements ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്? എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ 3 എലമെന്റ്സ് ആണ് എക്കണോമിക് ഗ്രോത്ത്, പിന്നെ സോഷ്യൽ ഇൻക്ലൂഷൻ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ.
ഇനി എന്താണ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയാം. ദ മെയിൻ അജണ്ട ഈസ് ഈക്വൽ എക്കണോമിക് ഗ്രോത്ത് ദാറ്റ് ജനറേറ്റ്സ് വെൽത്ത് ഫോർ ഓൾ വിത്തൗട്ട് ഹാർമിംഗ് സൊസൈറ്റി ആൻഡ് ദി എൻവയോൺമെന്റ്. അതായത് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ അതിലെ മെയിൻ എയിം അല്ലെങ്കിൽ അജണ്ട എന്ന് പറയുന്നത് ഈക്വൽ എക്കണോമിക് ഗ്രോത്ത് ആണ്. തുല്യമായിട്ടുള്ള ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി ഗ്രോത്ത് ആണ് വേണ്ടുന്നത്. ദാറ്റ് ജനറേറ്റ്സ് വെൽത്ത് ഫോർ ഓൾ, എല്ലാവർക്കും എന്താണ് വെൽത്ത് ഉണ്ടാവണം, പക്ഷേ വിത്തൗട്ട് ഹാർമിംഗ് സൊസൈറ്റി ആൻഡ് ദി എൻവയോൺമെന്റ്. സൊസൈറ്റിയോ എൻവയോൺമെന്റിനോ യാതൊരുവിധ ദോഷവും ഇല്ലാത്ത രീതിയിൽ ജനറേറ്റ്സ് വെൽത്ത് ഫോർ ഓൾ എന്നാണ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റിയിൽ പറയുന്നത്. ഇറാഡിക്കേറ്റിംഗ് പോവേർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ് ആൻഡ് ഡയമെൻഷൻസ്, അതായത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എല്ലാ രീതിയിലും. ഇൻ ഓൾ ഫോംസ് ആൻഡ് ഡയമെൻഷൻസിൽ നമുക്ക് എന്താണ് പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ദാരിദ്ര്യം മുക്തമായി കഴിയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും ഒരു എക്കണോമിക് സസ്റ്റൈനബിലിറ്റി അവിടെ ഉണ്ട്, എല്ലാവർക്കും ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡഡ് ജെൻഡർ ഇക്വാളിറ്റി, the development of people, communities and cultures to help achieve a reasonable and fairly distributed quality of life, health care and education across the world. അതായത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റിക്കകത്ത് ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട്. അതായത് മെയിൽ ഫീമെയിൽ എന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല, അവർക്ക് ഫെയർ ആയിട്ട് ഒരേപോലെ അവരെ ഈക്വൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും. അതാണ് ജെൻഡർ ഇക്വാളിറ്റി. ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ, ആളുകളുടെ പീപ്പിൾ ഡെവലപ്മെന്റ് ഉണ്ടാവുക. അതുപോലെ കമ്മ്യൂണിറ്റീസ്, കൾച്ചേഴ്സ് ടു ഹെൽപ്പ് അച്ചീവ് എ റീസണബിൾ ആൻഡ് ഫെയർലി ഡിസ്ട്രിബ്യൂട്ടഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അവർക്ക് എങ്ങനെയാണ് അവരെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് കൃത്യമായിട്ടുള്ളൊരു റീസണബിൾ ഫെയർലി ഡിസ്ട്രിബ്യൂട്ടഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ക്വാളിറ്റി ആയിരിക്കണം അവർക്ക് കിട്ടുന്നത്. അതുപോലെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ അക്രോസ് ദി വേൾഡ്. ഇത്രയും കാര്യങ്ങളിലാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി വരുന്നത്. അതായത് സൊസൈറ്റിക്ക് വെൽബീയിങ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ജെൻഡർ ഇക്വാളിറ്റി, പീപ്പിൾ ഡെവലപ്മെന്റ്, അതുപോലെ കമ്മ്യൂണിറ്റീസ്, കൾച്ചറൽ ഡെവലപ്മെന്റ്. ഇതൊക്കെ എന്തിനാ ഡെവലപ്പ് ചെയ്യുന്നത്? ലൈഫ് ക്വാളിറ്റി, ഒരു ഫെയർ ആൻഡ് റീസണബിൾ ഡിസ്ട്രിബ്യൂട്ടഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉണ്ടായിരിക്കണം. അതുപോലെ ഹെൽത്ത് കെയർ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് അക്രോസ് ദി വേൾഡ്, ലോകത്തെ എമ്പാടുമുള്ള കാര്യങ്ങളാണ് പറയുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. എവിടെ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലോബലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗ്ലോബൽ ഗോൾസ് ആണ് എന്ത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പം അക്രോസ് ദ വേൾഡ്, അക്രോസ് ദി ഗ്ലോബ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ ജെൻഡർ ഇക്വാളിറ്റി, പീപ്പിൾ ഡെവലപ്മെന്റ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് കൾച്ചേഴ്സ്, ഇതൊക്കെ ഡെവലപ്പ് ആവുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ലൈഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് റീസണബിൾ ആൻഡ് ഫെയർലി ഡിസ്ട്രിബ്യൂട്ടഡ് ലൈഫ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അക്രോസ് ദി വേൾഡ്. അതേപോലെ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ ആൻഡ് റാഷണൽ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഇപ്പൊ സോളാർ എനർജി, വിൻഡ് എനർജി, അതുപോലെ ഒരേ റിന്യൂവബിൾ റിസോഴ്സസ്, ഒത്തിരി നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അപ്പൊ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തും റാഷണലി എന്ത് ചെയ്യുക? ഈ പറഞ്ഞിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ യൂസ് ചെയ്യണം. ആസ്പെക്ട് സച്ച് ആസ് എൻവയോൺമെന്റൽ കൺസർവേഷൻ, saving water, investment in renewable energy, supporting sustainable mobility and innovation in sustainable construction and architecture contribute to achieving environmental sustainability on several fronts. അതായത് എങ്ങനെയൊക്കെ നമുക്ക് environmental sustainability അച്ചീവ് ചെയ്യാം? ഒന്ന്, നാച്ചുറൽ റിസോഴ്സസിനെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ റാഷണലി നാച്ചുറൽ റിസോഴ്സസിനെ യൂസ് ചെയ്യുക. അതുപോലെ എൻവയോൺമെന്റൽ കൺസർവേഷൻ, നമ്മളുടെ എൻവയോൺമെന്റ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക. സേവിങ് വാട്ടർ ഒക്കെ ഒരുപാട് വെള്ളമൊക്കെ അമിതമായി ചെലവാക്കി വേസ്റ്റ് ആക്കാതെ സേവ് ചെയ്ത് യൂസ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി. ഒരിക്കലും മീൻസ് അത് എക്സോസ്റ്റ് ആവുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് അത് തീരുന്നില്ല. ഓക്കെ. സപ്പോർട്ടിംഗ് സസ്റ്റൈനബിൾ മൊബിലിറ്റി, ഇന്നോവേഷൻ ഇൻ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രസന്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് പക്ഷേ ഫ്യൂച്ചർ ജനറേഷൻസിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതാണ് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ആർക്കിടെക്ചർ കോൺട്രിബ്യൂട്ട് ടു അച്ചീവിങ് സസ്റ്റൈനബിൾ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഓൺ സെവറൽ ഫ്രോൺസ്. അതായത് ഓരോ രീതിയിലും പല മേഖലകളിൽ നമുക്ക് ആ ഒരു എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ 3 കമ്പോണൻസ് എന്ന് പറയുന്നത്. എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ഇനി അടുത്തത് ഏതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്?
അത് 17 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മറ്റൊരു പേരെന്ന് പറയുന്നത് ഗ്ലോബൽ ഗോൾസ്. ഓക്കെ, ഒന്നാമത്തത് നോ പോവേർട്ടി മീൻസ് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. സീറോ ഹങ്കർ വിശപ്പ് രഹിതമായിട്ടുള്ള മീൻസ് എല്ലാവർക്കും ഭക്ഷണം കിട്ടണം, ആരും വിശന്ന് വലഞ്ഞ് ദാരിദ്ര്യത്തിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് മീനിങ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് നല്ല ആരോഗ്യവും വെൽബീങ്. പിന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, reduced inequalities, sustainable cities and communities, responsible consumption and production, climate action, life below water, life on land, peace, justice and strong institutions, partnerships for the goals. എന്താ പറഞ്ഞിട്ടുള്ളത്? 17 ഗോൾസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കുറെ ലിസ്റ്റ് ഔട്ട് തന്നിട്ട് നമ്മളോട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ചോദിക്കും, ഇതിൽ ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഇൻക്ലൂഡഡ് ആണോ എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് നമ്മൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഏതൊക്കെയാണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്നത്, അല്ലെ ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്നത്, ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ നോക്കി പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, ഏതൊക്കെയായിരുന്നു ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്നത്? ഒന്നാമത്തത് നോ പോവേർട്ടി, സീറോ ഹങ്കർ, പോവേർട്ടിയോടൊപ്പം തന്നെ സീറോ ഹങ്കർ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് നല്ല ആരോഗ്യവും വെൽബീയിങ്ങും, ക്വാളിറ്റി എഡ്യൂക്കേഷൻ മറ്റേത് നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്, ഇവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം, മെയിൽ ഫീമെയിൽസ് എന്ന് പറയുന്ന ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടാവരുത്, ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ് ആയിരിക്കണം എല്ലാവർക്കും കിട്ടേണ്ടത്. പിന്നെ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എല്ലാവർക്കും എന്താണ് നല്ല വെള്ളം കുടിക്കാനുള്ള നല്ല ക്ലീൻ വാട്ടറും പ്രോപ്പർ സാനിറ്റേഷനും, അതുപോലെ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസന്റ് വർക്ക്, എക്കണോമിക് ഗ്രോത്ത് നല്ല തൊഴിൽ, ഡീസന്റ് ആയിട്ടുള്ള വർക്കും അതനുസരിച്ചിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റും എക്കണോമിക് സസ്റ്റൈനബിലിറ്റിയും ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഡസ്ട്രീസ്, ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫ്യൂച്ചറിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രി ഡെവലപ്മെന്റ്സ്, പുതിയ പുതിയ ഇന്നോവേഷൻസ്, ഇപ്പൊ ഡിജിറ്റൽ വേൾഡ് ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഇന്നോവേഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പിന്നെ റെഡ്യൂസ്ഡ് ഇൻഇക്വാളിറ്റീസ്, അതും നമ്മുടെ ജെൻഡർ ഇക്വാളിറ്റി പോലെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇൻഇക്വാളിറ്റീസ് ഒക്കെ കുറയ്ക്കുക. പിന്നെ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, സസ്റ്റൈനബിൾ സിറ്റീസ് കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഫ്യൂച്ചറിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കണം സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് വരുന്നത്. റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, ഇപ്പൊ എനർജീസ് തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുകയും പിന്നീട് ഫ്യൂച്ചറിലെ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷനും ചെയ്യേണ്ടത്. പിന്നെ ക്ലൈമറ്റ് ആക്ഷൻ, ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു തവണത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണോ അതോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടലി നമ്മൾക്ക് ഈ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. 8 മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസും 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും നമുക്കുണ്ട്. അപ്പം ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, അതിപ്പം എന്താണ്, ക്ലൈമറ്റ്, പ്രോപ്പർ ക്ലൈമറ്റ് ഡെവലപ്മെന്റ്, അതായത് കൃത്യമായിട്ടുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന അനുസരിച്ച് ഇപ്പൊ ഡീഫോറസ്റ്റേഷൻ ഒക്കെ ഒരുപാടാവുമ്പോൾ ലാൻഡ് സ്ലൈഡ്സും സോയിൽ ഇറോഷനും ഒക്കെ സംഭവിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് റെഡ്യൂസ് ചെയ്ത് ട്രീസ് ഒക്കെ പ്ലാന്റ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് കൂടെ കൺസിഡർ ചെയ്ത് പ്രസന്റിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫ്യൂച്ചർ ജനറേഷൻസിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ആണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള 17 ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ലൈഫ് ബിലോ വാട്ടർ എന്ന് പറഞ്ഞ എന്താണ്, നമ്മളുടെ അക്വാട്ടിക് ലൈഫ്, കടലിനടിയിലുള്ള എന്താണ് അക്വാട്ടിക് ഓർഗാനിസംസും മറൈൻ ഓർഗാനിസത്തിന്റെ കാര്യങ്ങളാണ് ലൈഫ് ബിലോ വാട്ടർ. ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കരയിലുള്ള ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും ട്രീസ് ആണെങ്കിലും നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സമാധാനം, നീതി, അതുപോലെയുള്ള സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെവലപ്മെന്റ്. പാർട്ട്ണർഷിപ്സ് ഫോർ ദി ഗോൾസ്, അതായത് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലോബൽ പാർട്ട്ണർഷിപ്സ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയുമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ 17 ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മളൊരു സെക്ഷനിലേക്ക് പോവുകയാണ്, അതായത് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്. ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്. Anthropogenic pollution is caused by human activities like sewage effluents, pesticides, fertilizers, mining, burning of fossil fuels, noise and deforestation. അതായത്
ആന്ത്രോപോജനിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനുഷ്യന്മാരുടെ ഓരോരോ പ്രവർത്തികൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ആന്ത്രോപോജനിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സീവേജ് എഫ്ലുവൻസ്, ഇപ്പൊ വേസ്റ്റ് വാട്ടർ, നമ്മളുടെ വീട്ടിലെ ആണെങ്കിലും വേസ്റ്റ് വാട്ടർ, ഇപ്പൊ ഫാക്ടറീസിലെ വേസ്റ്റ് വാട്ടർ, അത്തരത്തിലുള്ള സീവേജ് എഫ്ലുവൻസസ് ഒക്കെ കൊണ്ട് എന്താണ് ഡയറക്റ്റ് തൊട്ടടുത്തോട്ടുള്ള മാലിന്യങ്ങളൊക്കെ വെള്ളത്തിലും നദികളിലും പുഴകളിലും ഒക്കെ കൊണ്ട് നിക്ഷേപിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ വാട്ടർ പൊല്യൂഷൻ സംഭവിക്കും, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാവും. പെസ്റ്റിസൈഡ്സ്, ഇപ്പൊ ഫാമിംഗ് അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ ധാരാളം പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, മൈനിങ്, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂൽസ് ഒക്കെ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എയറിൽ കലർന്ന് എയർ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ മറ്റ് റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ ഉണ്ടാവും. ലങ്സ് പോലുള്ള നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിനെ അത് ബാധിക്കും. പിന്നെ നോയ്സ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ, ഒരുപാട് സൗണ്ടും നോയ്സും ഒക്കെ വരുമ്പോൾ എന്താണ് ഒരു ലിമിറ്റിനപ്പുറം സൗണ്ട് ഒക്കെ ഓവറായി കഴിയുമ്പോൾ അവിടെ നോയ്സ് പൊല്യൂഷൻ സംഭവിക്കുകയാണ്. പിന്നെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് എന്താ അവിടെയൊക്കെ വലിയ കൺസ്ട്രക്ഷൻസ് നടക്കുമ്പം അത് ഒരുപാട് നമ്മളുടെ നേച്ചറിനെ, എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. മരം ഒത്തിരി വെട്ടി നശിപ്പിക്കുമ്പോഴത്തേക്കൊക്കെ അവിടെ ലാൻഡ് സ്ലൈഡ്സും സോയിൽ ഇറോഷൻ പോലുള്ള വലിയ എന്താണ് ഹസാർഡ്സ്, നാച്ചുറൽ ഹസാർഡ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. ഇനി എന്തൊക്കെയാണ് ഈ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആന്ത്രോപോജനിക് പൊല്യൂഷൻ കൊണ്ട് ഉണ്ടാകുന്ന എൻവയോൺമെന്റിൽ സംഭവിക്കുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തത്, ഇറ്റ് കോസസ് ഹാംഫുൾ ചേഞ്ചസ് ഇൻ ലോവർ അറ്റ്മോസ്ഫിയർ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഹാംഫുൾ ചേഞ്ചസ് ഉണ്ടാവും. ലോവർ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിലൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് അറ്റ്മോസ്ഫിയറിൽ സംഭവിക്കുക ഈ പറയുന്ന ഈ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് മൂലം. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇറ്റ് ഇൻക്രീസസ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ട്രോപ്പോസ്ഫിയർ. ഇപ്പൊ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിന് ഓരോ ലെയേഴ്സ് ഉണ്ടല്ലോ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറയുന്നത്. അപ്പം കാർബൺ ഡയോക്സൈഡും മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസും ട്രോപ്പോസ്ഫിയറിൽ ഒരുപാട് അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇത്തരത്തിൽ ഈ കാർബൺ ഡയോക്സൈഡും മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കോൺസെൻട്രേഷനും ഒക്കെ അറ്റ്മോസ്ഫിയറിൽ കൂടുന്നതുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് പോലുള്ള എന്താണ് ടെമ്പറേച്ചർ ഒക്കെ, എർത്തിന്റെ ടെമ്പറേച്ചർ ഹൈ ആയി ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇറ്റ് കോസസ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ഇൻ ദി അറ്റ്മോസ്ഫിയർ, അതായത് ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ അറ്റ്മോസ്ഫിയറിൽ സംഭവിക്കും. ഓക്കെ, ഇനി ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡയോക്സൈഡ്, മീതെയിൻ, ഓസോൺ. ഇതിന്റെ ഷോർട്ട് ഫോം ആണ്. CO2 എന്ന് പറയുന്ന കാർബൺ ഡയോക്സൈഡ് ആണെന്ന് അറിയാലോ. മീതെയിൻ CH4, ഓസോൺ O3, സൾഫർ ഡയോക്സൈഡ് SO2, CFC എന്ന് പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, പിന്നെ നൈട്രജൻ ഡയോക്സൈഡ് NO2 ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത്. അതായത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് മെയിൻ ആയിട്ടും ഈ ഡീഫോറസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ ഈ പറയുന്നതിന്റെ കാർബൺ ഡയോക്സൈഡും മീതെയിൻ, ഓസോൺ, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ളതൊക്കെ അന്തരീക്ഷത്തിൽ കോൺസെൻട്രേഷൻ കൂടി എർത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് ഒക്കെ അവിടെ ഉണ്ടാകും. ഇനി ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ റിസൾട്ട്സ് ഇൻ increased human activities and overpopulation is one of the most harmful causes of anthropogenic pollution. അതായത് ഓവർ പോപ്പുലേഷൻ, ഒരുപാട് എന്താണ് ജനസംഖ്യ വർധനവ് ഉണ്ടാവുമ്പോഴത്തേക്ക് എന്താ മെയിൻ ആയിട്ടും അതായത് ലിമിറ്റിനെക്കാട്ടിലും ഓവർ പോപ്പുലേഷൻ വരുമ്പോൾ പല സ്ഥലങ്ങളിലും എന്താണ് ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ആന്ത്രോപോജനിക് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം സംഭവിക്കുന്നതാണ് എന്താണ് ഒരു 90% പൊല്യൂഷൻ. ഇത്തരത്തിലുള്ള സീവേജ് എഫ്ലുവൻസ്, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, മൈനിങ്, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്, അതുപോലെ നോയ്സ് ഡീഫോറസ്റ്റേഷൻ, ഇത്തരത്തിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം ഉണ്ടാവുന്ന പൊല്യൂഷനാണ് ആന്ത്രോപോജനിക് പൊല്യൂഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഓവർ പോപ്പുലേഷൻ ഒക്കെ ഒരു സ്ഥലത്തുണ്ടായി കഴിയുമ്പോൾ അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് വളരെ കൂടുതലായിരിക്കും, ഇൻക്രീസ്ഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആന്ത്രോപോജനിക് പൊല്യൂഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് അത് മാറും. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, ഇനി അടുത്തത് ഇനിയും എന്താണ് ഇത്രയും ഇമ്പാക്ട്സ് അല്ല, ഇനിയും ഇമ്പാക്ട്സുകളുണ്ട്.
യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ബൈ ഹ്യൂമൻസ് കോസസ് ഇൻക്രീസ്ഡ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ ഫോസിൽ ഫ്യൂൽസ് ഒരുപാട് കത്തിക്കുന്നത് കൊണ്ട്, ഇപ്പൊ വിറകൊക്കെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും അതുപോലെ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ്, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവലാണ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇമ്പാക്ട് ഉണ്ടാവുന്നത്? ഇപ്പൊ പറഞ്ഞതുപോലെ മരങ്ങളൊക്കെ ഒരുപാട് വെട്ടി നശിപ്പിക്കുമ്പോൾ എന്താ അവിടെ സോയിൽ ഇറോഷനും ലാൻഡ് സ്ലൈഡ്സും പോലുള്ള എന്താ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആയിരിക്കും എൻവയോൺമെന്റിൽ ഉണ്ടാവുന്നത്. പിന്നെ അടുത്തത് വാട്ടർ പൊല്യൂഷൻ, പിന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മളുടെ എൻവയോൺമെന്റിൽ ഒരു ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, അത് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എവിടെ പറഞ്ഞിട്ടുള്ളത്, ഈ പറയുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഷോർട്ട് ഫോം CFC എന്ന് പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇതെല്ലാം എർത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, അതുവഴി ഗ്ലോബൽ വാർമിംഗ് അവിടെ സംഭവിക്കും. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം, മിറ്റിഗേറ്റ് ചെയ്യാം, അത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തത് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഇതിനെ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് RRR എന്ന് നമുക്ക് എഴുതാം. സിനിമയൊന്നും അല്ല കേട്ടോ, അതൊന്നും മൈൻഡ് വെക്കല്ലേ. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. പിന്നെ പ്ലാന്റ് ട്രീസ്, സ്വിച്ച് ടു റിന്യൂവബിൾ എനർജി, യൂസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ്, സപ്പോർട്ട് കൺസർവേഷൻ എഫോർട്സ്. അതായത് നമ്മൾ ചില വസ്തുക്കളെ നമുക്ക് അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കുറയ്ക്കാം. ഇപ്പൊ പ്ലാസ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാതെ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു 90% വരെയും പ്ലാസ്റ്റിക്സിന്റെ യൂസേജ് നമ്മൾക്ക് കുറയ്ക്കാം. പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില കമ്പനീസിലൊക്കെ എന്താണ് റീയൂസ് ചെയ്തെടുക്കാറുള്ള പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ റീസൈക്കിൾ ചെയ്യാം, വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സും അതുപോലെ റീസൈക്കിൾ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാക്കി. ഒരു പ്രോഡക്ട്സിന്റെ വേസ്റ്റ് വെച്ചിട്ട് അത് റീസൈക്കിൾ ചെയ്ത് മറ്റു പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പം റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. പ്ലാന്റ് ട്രീസ്, അതായത് അഫോറസ്റ്റേഷൻ. പ്ലാന്റ് ട്രീസ് എന്ന് പറയുമ്പോൾ മാക്സിമം ട്രീസ് നമ്മൾ പ്ലാന്റ് ചെയ്യുക. അപ്പൊ ഡീഫോറസ്റ്റേഷൻ അല്ല നമുക്ക് വേണ്ടുന്നത്, അഫോറസ്റ്റേഷൻ ആണ് വേണ്ടുന്നത്. അപ്പൊ പ്ലാന്റ് ട്രീസ്, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പം സോയിൽ ഇറോഷനും ലാൻഡ് സ്ലൈഡ്സും പോലുള്ള വലിയ വലിയ നാച്ചുറൽ ഹസാർഡ്സ്, ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ, ഹ്യൂമൻ ബീങ്സിന് ലൈഫ് ഡിസ്ട്രക്ഷൻ, നേച്ചർ ഡിസ്ട്രക്ഷൻ ഒക്കെ സംഭവിക്കുന്ന ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ ഒക്കെ നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ സ്വിച്ച് ടു റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരിക്കലും ഇങ്ങനെ എന്താണ് എക്സോസ്റ്റ് ആവത്തില്ല, പെട്ടെന്ന് തീർന്നു പോവില്ല. പിന്നെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാം. അങ്ങനെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ അമിതമായിട്ട് യൂസ് ചെയ്യുക, അത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് മണ്ണിലൊക്കെ പോയി കിടക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ അത് ഡീഗ്രേഡ് ചെയ്യില്ല. കാരണം അതിങ്ങനെ കിടന്ന് വർഷങ്ങളോളം കിടക്കും. അപ്പൊ അങ്ങനെ സോയിൽ പൊല്യൂഷൻ ഉണ്ടാകും. ഇപ്പൊ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്, പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണെങ്കിൽ എന്താ, പൊല്യൂഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ സപ്പോർട്ട് കൺസർവേഷൻ എഫോർട്സ്. ഇപ്പം ഒരുപാട് എഫോർട്സുകളുണ്ട്, നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കൺസർവേഷൻ എഗ്രിമെന്റ്സ് ഉണ്ട്, എഫോർട്സ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഗ്ലോബൽ ആക്ട്സുകൾ ഉണ്ടല്ലോ, അതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ ഇതെല്ലാം എന്താണ്, വേസ് ടു മിറ്റിഗേറ്റ് ആണ്. അപ്പൊ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ തന്നെ ഹ്യൂമൻ ബീങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത. അപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം ഉണ്ടാകുന്ന പൊല്യൂഷൻ ആണ് ആന്ത്രോപോജനിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് അതിൽ ഇമ്പാക്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എയർ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എർത്തിന്റെ ടെമ്പറേച്ചർ കൂടും. അപ്പൊ അവിടെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഓവർ പോപ്പുലേഷൻ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇൻക്രീസ്ഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അങ്ങനെ വരുമ്പോൾ ആന്ത്രോപോജനിക് പൊല്യൂഷനിലെ ഹാർംഫുൾ കോഴ്സസ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള വാട്ടർ പൊല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നു. പിന്നെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള കുറെ വേയ്സ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് എനർജി റിസോഴ്സസ് ആണ്. എനർജി റിസോഴ്സസ് എന്ന് പറയുമ്പം നമുക്ക് പല രീതിയിലുള്ള എനർജി നമുക്കറിയാം അല്ലെ. അതിൽ 4 കാറ്റഗറീസ് പറയുന്നുണ്ട്. ഒന്നാമത്തത് റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ സം എനർജി റിസോഴ്സസ് ആർ നാച്ചുറലി റീജനറേറ്റഡ് ആഫ്റ്റർ കൺസംഷൻ. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എക്സാമ്പിൾ ഫോറസ്റ്റ്, ട്രീസ് ആൻഡ് പ്ലാന്റ്സ്, ഫ്രഷ് വാട്ടർ, ഫെർട്ടൈൽ സോയിൽ. ഇപ്പൊ നമ്മൾ എന്താണ്, ചില എനർജി റിസോഴ്സസ് നമ്മൾ എത്ര ഉപയോഗിച്ചാലും, നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാലും അത് വീണ്ടും വീണ്ടും എന്ത് സംഭവിക്കും, റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നാച്ചുറലി അത്
റീജനറേറ്റ് ചെയ്യും. ഇപ്പം മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ, ഒരാവശ്യത്തിന് മരം വെട്ടിയാൽ വീണ്ടും മരങ്ങൾ കിളിക്കും, പ്ലാന്റ്സ് കിളിക്കും. അതുപോലെ ഫ്രഷ് വാട്ടേഴ്സ് നമുക്കുണ്ട്, അത് തീരുമോ? ഇല്ല. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും എന്താണ്, നമ്മൾ കൺസ്യൂം ചെയ്താലും വീണ്ടും വീണ്ടും അത് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫെർട്ടൈൽ സോയിൽ. അപ്പം ഇത്തരത്തിലുള്ള റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആണ്. ചില എനർജി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാലും ആ നാച്ചുറലി അത് വീണ്ടും വീണ്ടും എന്താണ്, റീജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഫോറസ്റ്റ്, ട്രീസ്, പ്ലാന്റ്, ഫ്രഷ് വാട്ടർ, ഫെർട്ടൈൽ സോയിൽ, ഇതൊക്കെ എന്താണ്, റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആണ്. ഇനി നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ദ റിസോഴ്സസ് വിച്ച് കനോട്ട് ബി റീപ്ലേസ്ഡ് ആഫ്റ്റർ യൂസ്. അതായത് മിനറൽസ്, ഫോസിൽ ഫ്യൂവൽസ് പോലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അവിടെ റീജനറേറ്റ് ചെയ്ത് വരുമോ? ഇല്ല. നമുക്കത് യൂസ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. വിച്ച് കനോട്ട് ബി റീപ്ലേസ്ഡ്. മിനറൽസ്, ഫോസിൽ ഫ്യൂവൽസ് ഒക്കെയാണ് അതിനകത്ത് എക്സാമ്പിൾ വരുന്നത്. ഇനി എക്സോസ്റ്റിബിൾ ഉണ്ട്. എക്സോസ്റ്റിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, സം റിസോഴ്സസ് ആർ available in limited quantities and are going to be exhausted as a result of continuous use. ഇപ്പൊ കോൾ, പെട്രോളിയം എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില റിസോഴ്സസ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് തീരും, അത് എക്സോസ്റ്റഡ് ആയി മാറും. അത്തരത്തിലുള്ള കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യുന്ന അനുസരിച്ച് അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് എക്സോസ്റ്റഡ് ആവും. അപ്പൊ അതിന്റെ ഉള്ള എക്സാമ്പിൾ ആണ് കോൾ, പെട്രോളിയം ഒക്കെ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിലുള്ളത്. കണ്ടിന്യൂസ് യൂസേജ് മൂലം എന്ത് സംഭവിക്കാം, അതൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് വരുമ്പോഴത്തേക്ക് അത് എക്സോസ്റ്റഡ് ആവും. ഇറ്റ് ഗോയിങ് ടു ബി എക്സോസ്റ്റഡ്, അത് എക്സോസ്റ്റഡ് ആവാൻ പോകുന്നതാണ്. അപ്പൊ അതാണ് എക്സോസ്റ്റിബിൾ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഎക്സോസ്റ്റിബിൾ ഉണ്ട്. അതെന്താണ്, ദ റിസോഴ്സസ് വിച്ച് കനോട്ട് ബി എക്സോസ്റ്റഡ് ബൈ ഹ്യൂമൻ കൺസംപ്ഷൻ. അതായത് വിൻഡ് പവർ, വാട്ടർ പവർ എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മൾ യൂസ് ചെയ്താലും അത് ഒരിക്കലും തീരാൻ പോകുന്നില്ല, അത് എക്സോസ്റ്റഡ് ആവത്തില്ല. വീണ്ടും വീണ്ടും നമുക്കത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വിൻഡ് പവർ. ഇപ്പൊ അതല്ലെങ്കിൽ വിൻഡ് എനർജി, ഇപ്പം വാട്ടർ പവർ ആണെങ്കിൽ ഹൈഡ്രോ എനർജി എന്നൊക്കെ പറയുന്നത്. അപ്പൊ 4 റിസോഴ്സസ് ആണ് റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ, എക്സോസ്റ്റിബിൾ ആൻഡ് ഇൻഎക്സോസ്റ്റിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ അത് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറലി റീജനറേറ്റ് ചെയ്ത് വരുന്നു. നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ യൂസേജിന് ശേഷം ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മിനറൽസ്, ഫോസിൽ ഫ്യൂവൽസ് വേണ്ടെടുത്ത് നമുക്ക് അത് തന്നെ വേണം, കനോട്ട് ബി റീപ്ലേസ്ഡ് ആഫ്റ്റർ യൂസ്. അതുപോലെ എക്സോസ്റ്റിബിൾ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിലുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്ക് അത് എക്സോസ്റ്റഡ് ആകാൻ പോകും. അതായത് കോൾ, പെട്രോളിയം പോലുള്ള എക്സാമ്പിൾ വരുന്നത്. ഇൻഎക്സോസ്റ്റിബിൾ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ കൺസംപ്ഷൻ കഴിഞ്ഞാലും അത് തീരാൻ പോകുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ വിൻഡ് പവർ, വാട്ടർ പവർ ഒക്കെ ഇൻഎക്സോസ്റ്റിബിൾ റിസോഴ്സസിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് ഓക്കെ, കുറച്ച് എനർജീസ് നമുക്ക് പറയാം. ടൈപ്സ് ഓഫ് എനർജി റിസോഴ്സസ് നമുക്ക് പറയാം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോളാർ എനർജി എന്താണ്, സൂര്യപ്രകാശം, സണ്ണിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഇവിടെ അബണ്ടന്റ് ആണ്, ഇറ്റ് ഈസ് അബണ്ടന്റ് ഇൻ നേച്ചർ. അപ്പൊ അതിൽ നിന്നും ഇപ്പൊ എന്താ, സോളാർ ജനറേഷൻ വെച്ച് നമ്മളിപ്പം സോളാറിൽ നിന്നും ഒക്കെ ഒരുപാട് സോളാർ പവർ ഉപയോഗിച്ചിട്ട് എന്താണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേഷനും സോളാർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റി അല്ലേ. അപ്പൊ സോളാർ എനർജി എന്ന് പറയുമ്പോൾ നാച്ചുറൽ സോഴ്സ് ആണ്, അബണ്ടന്റ് നേച്ചർ ആണ്. നമ്മൾ സൺ ലൈറ്റിൽ നിന്നും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. അത് അബണ്ടന്റ് ആണ്, എവർലാസ്റ്റിംഗ് ആണ്. അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, ഇലക്ട്രിസിറ്റി ബില്ല് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് അബണ്ടന്റ് ഇൻ നേച്ചർ, നാച്ചുറൽ സോഴ്സ് ആണ്. അതുപോലെ തന്നെ എല്ലാ എനർജി, എർത്തിലുള്ള എല്ലാ എനർജിയിലെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് തന്നെ നമുക്ക് എന്ത് പറയാം, സോളാർ എനർജി അല്ലെ. അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയാം, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് തന്നെ പറയാം സോളാർ എനർജി. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത എന്താണ്, വിൻഡ് എനർജി. നമ്മൾക്കറിയാം, നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ വിൻഡ് മിൽസ് ഒക്കെ കാണാറുണ്ട്. എന്താ ചെയ്യുന്നത്, വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാണ് അവർ ചെയ്യുന്നത് ആണല്ലോ. വിൻഡ് എനർജി ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ യുവർ ഡെയിലി ലൈഫ് ബൈ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ആ ഒരു മെക്കാനിക്കൽ എനർജി വെച്ചിട്ടാണ് എന്താ നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വിൻഡ് മിൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിൻഡ് മില്ലിന്റെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മിനിമം വിൻഡ് സ്പീഡ് എന്ന് പറയുന്നത് 7 km/h ആണ്. ചോദിക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒരു ഇൻഫോർമേഷന് വേണ്ടി നോട്ട് ചെയ്ത് വെക്കുക. വിൻഡ് മില്ലിന്റെ റിക്വയർ ചെയ്യുന്ന ഒരു മിനിമം റിക്വയർഡ് സ്പീഡ് അതെന്ന് പറയുന്നത് 7 km/h. അതിങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഒരു വിൻഡ് മില്ല് എന്ന് പറയുന്നത്
ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മിനിമം വിൻഡ് സ്പീഡാണ്. വിൻഡ് മില്ല് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മിനിമം വിൻഡ് സ്പീഡാണ് കേട്ടോ. മിനിമം വിൻഡ് സ്പീഡാണ്. അതാണ് 7 km/h എന്ന് പറയുന്നത്. വിൻഡ് മിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡിന്റെ മിനിമം സ്പീഡാണ് എന്തെന്ന് പറയുന്നത് 7 km/h എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഹൈഡ്രോ എനർജി. എന്താണ് ഹൈഡ്രോ എനർജി? നമ്മൾ വാട്ടറിൽ നിന്നും ജനറേറ്റ് ചെയ്തെടുക്കുന്ന എനർജിയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഹൈഡൽ പവർ എന്ന് പറയുന്നത്. ഫോളിംഗ് വാട്ടർ ആണ്. ശക്തമായിട്ടുള്ള ഫോളിംഗ് വാട്ടറിൽ നിന്നും നമ്മൾ എന്താണ് അതിന്റെ ഫോഴ്സ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തെടുക്കും. അപ്പൊ അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഹൈഡൽ പവർ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ടൈപ്പ് എനർജിയാണ് എന്താ ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം റിലേറ്റഡ് വിത്ത് വാട്ടർ. നമ്മൾ ഡാംസ് ഒക്കെ എന്താണ് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാം ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഡാമിൽ നിന്നും നമ്മൾ എന്താ എടുക്കുന്നത്? ഈ വെള്ളം ടർബൈൻസിലൊക്കെ വീണ് കഴിയുമ്പോൾ ഫോളിംഗ് വാട്ടർ ആണ്. അതിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ഹൈഡ്രോ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഫോളിംഗ് വാട്ടറിൽ നിന്നും നമ്മൾ എനർജി ജനറേറ്റ് ചെയ്തെടുക്കുന്നു. അത് വെച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ആ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പിന്നെ ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ജിയോ തെർമൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എർത്തിന്റെ ഇന്റീരിയറിൽ വരുന്ന ഹീറ്റ്, ആ ഹീറ്റിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ദ എനർജി ഡിറൈവ്ഡ് ഫ്രം ദി അതായത് എനർജി ഡിറൈവ്ഡ് ഫ്രം ദി ഹീറ്റ് ഇൻ ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത്. അതായത് എർത്തിന്റെ ഇന്റീരിയറിൽ നിന്നും എടുക്കുന്ന എനർജിയാണ് ഫ്രം ഇന്റീരിയർ ഓഫ് ദി എർത്ത്. ഇന്റീരിയർ ഹീറ്റിൽ നിന്നും, ആ ഹീറ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട്, ഫ്രം ഹീറ്റ് ഇൻ ദ ഇന്റീരിയർ ഓഫ് എർത്ത്. എർത്തിന്റെ ഉൾഭാഗത്തിൽ നിന്നുള്ള ഹീറ്റിൽ നിന്നും എടുക്കുന്ന, ഇന്റീരിയർ ഹീറ്റിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന എനർജിയാണ് ജിയോ തെർമൽ എനർജി. ഇതിനിപ്പോ എന്താണ് ഇതിന്റെ ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ പറയാം. ദ ഇറപ്ഷൻസ് ഓഫ് ഹോട്ട് സ്റ്റീമിംഗ് വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു ടേൺ ടർബൈൻ ആൻഡ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഇൻ ജിയോ തെർമൽ പ്ലാന്റ്സ്. ഈ ഒരു ഹോട്ട് സ്റ്റീമിംഗ് വാട്ടർ ഉണ്ട്. ഈ നല്ല ചൂടുള്ള ഈ തിളച്ച വെള്ളത്തിൽ നിന്നും ഇതെന്താ ചെയ്യുന്നത്? ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് അതിനകത്തും നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജിയോ തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ട്. ഏകദേശം നമ്മളുടെ ഇന്ത്യയിൽ 46 ഹൈഡ്രോ തെർമൽ ഏരിയാസ് ഉണ്ട്. അവിടെ വേർ വാട്ടർ ടെമ്പറേച്ചർ നോർമലി എക്സീഡ്സ്, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി സെന്റിഗ്രേഡിൽ കൂടുതലായിരിക്കും. 46 ജിയോ തെർമൽ ഏരിയാസ് ഉണ്ട്. 46 ജിയോ തെർമൽ ഏരിയാസ് ആണ് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. പുതിയതായിട്ടുള്ള ജിയോ തെർമൽ ഏരിയാസിന്റെ അപ്ഡേഷൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ. ഓരോ സമയത്തും ഇതെന്താണ് ഡെയിലി അപ്ഡേഷൻസ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ പുതിയ ജനറൽ നോളജ് നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. എത്ര ജിയോ തെർമൽ ഏരിയാസ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതൊക്കെ. ഇപ്പോൾ 46 എന്ന് പറയുന്നതും ചിലപ്പം എന്താണ് അതും ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മളുടെ റെഫറൻസിൽ നിന്നാണ് നമ്മൾ 46 എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത് ബയോമാസ്. ബയോമാസ് എനർജി നമുക്കറിയാം. നമ്മളുടെ എന്താണ് വേസ്റ്റിൽ നിന്നും ഡൈജസ്റ്റർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ ഈ ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കാറ്റിൽ ഡങ് ഒക്കെ നമ്മൾ ഒരു വലിയ ടാങ്കിലൊക്കെ കൊണ്ടിട്ട്, ആ ടാങ്കിന്റെ പേര് ഡൈജസ്റ്റർ എന്ന് പറയും. അപ്പൊ അതിലെ മൈക്രോബയൽ ആക്ടിവിറ്റി കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ബയോമാസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ. അവിടെ അനേറോബിക് ഡീകമ്പോസിഷൻ നടന്ന് ബയോഗ്യാസ് ജനറേറ്റ് ചെയ്യും. ആ ബയോഗ്യാസ് വെച്ചിട്ട് അതൊരു ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ്. ഓക്കെ. 55 to 70% മീഥെയ്ൻ ആണ് ഇതിൽ വരുന്നത്, ഈ ബയോമാസ് എനർജിയിൽ വരുന്നത്. ഇതിൽ മീഥെയ്ൻ ആണ് പ്രധാനമായിട്ടുള്ള കണ്ടന്റ്. ചിലപ്പോൾ അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ബയോമാസ് എനർജിയിൽ ഏത് ഗ്യാസ് ആണ് കൂടുതൽ കാണുന്നത്? 55 തൊട്ട് 55 to 70% മീഥെയ്ൻ അടങ്ങിയിട്ടുള്ളതാണ് ഈ പറയുന്ന ബയോമാസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ. അത് എന്താ ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ്. ദിസ് ഈസ് മീഥെയ്ൻ ആണ് ബയോമാസിൽ വന്നിട്ടുള്ള 55 തൊട്ട് 70%. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നോട്ട് ചെയ്താണ്. ചിലപ്പം ബയോമാസിലുള്ള ഏത് ഗ്യാസ് ആണെന്ന് ചിലപ്പം ചോദിക്കാം. ഇനി അടുത്തത് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും അവിടെ വരുന്ന റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അതായത് യുറാനിയം, തോറിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഡിസിൻറ്റഗ്രേറ്റ് സ്പോണ്ടേനിയസ്ലി. ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് എനർജി റിലീസ് ചെയ്യും. ഓക്കെ. ഈ എനർജി നമ്മൾ ടാപ്പ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അത് അറിഞ്ഞിരുന്നാൽ മതി. 2 റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് മെയിൻ ആയിട്ട് വരുന്നുണ്ട്.
ഏതൊക്കെയാണ്? യുറാനിയോ, തോറിയോ. ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എനർജി റിലീസ് ചെയ്യുന്നതും ഇത് ടാപ്പ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഇത് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. ന്യൂക്ലിയർ എനർജിയുമായിട്ട് ചിലപ്പോൾ ചോദിക്കും ഏതാണ് എലമെന്റ്സ് എന്നുള്ളത്. യുറാനിയോ, തോറിയോ. ഇനി അടുത്തത് ഫോറസ്റ്റ്. ഫോറസ്റ്റ് നമുക്കറിയാലോ, ബയോഫ്യൂവൽസ് അറിയാം, അതിനി ജസ്റ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി അടുത്തതൊക്കെ അപ്പം ഫോറസ്റ്റിൽ ബയോഫ്യൂവലിനകത്ത് ചോദിക്കില്ല, പക്ഷെ ഒരു പ്ലാന്റിന്റെ പേര് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ജട്രോഫ കർക്കസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഇതൊരു സ്പീഷ്യസ് നെയിമാണ്. ഓക്കെ, അത് നമ്മൾ ബയോഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ കണ്ടതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇനി എക്സാമിന് ചിലപ്പോൾ ചോദിച്ചാലോ, നെറ്റല്ലേ, എവിടുന്ന് വേണമെങ്കിലും നമുക്കൊന്ന് പ്രതീക്ഷിക്കാമല്ലോ. ഇത് നമ്മൾ ബയോഫ്യൂവൽ ബയോ ഡീസൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബയോ ഡീസൽ ആയിട്ട്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, JATROPH, ജട്രോഫ കർക്കസ്, CURCAS. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് പോവാം. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന നാച്ചുറൽ ഹസാർഡ്സ്? ഇതിലെല്ലാ നാച്ചുറൽ ഹസാർഡ്സും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, നാച്ചുറൽ ഹസാർഡ്സ്. സിവിയർ ആൻഡ് എക്സ്ട്രീം വെദർ ആൻഡ് ക്ലൈമറ്റ് ഈവൻറ്റ്സ് ദാറ്റ് ഒക്കർ നാച്ചുറലി ഇൻ ഓൾ പാർട്സ് ഓഫ് ദി വേൾഡ്. അതായത് ലോകത്തെ എല്ലാ ഭാഗത്തും വളരെ സിവിയർ ആയിട്ടും എക്സ്ട്രീം ആയിട്ടും സംഭവിക്കുന്ന വെദർ ആൻഡ് ക്ലൈമറ്റ് ഈവൻറ്റ്സ് ആണ് നാച്ചുറൽ ഹസാർഡ്സ്, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ജിയോ ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എർത്തുകേക്സ്, കോസ്റ്റൽ ഇറോഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ, സൈക്ലോണിക് സ്റ്റോംസ് ആൻഡ് ഡ്രൗട്ട്. അതിൽ സംഭവിക്കുന്നതാണ് ഭൂകമ്പം, കോസ്റ്റൽ ഇറോഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ, ചുഴലിക്കാറ്റ്, സൈക്ലോണിക് സ്റ്റോംസ്, ഡ്രൗട്ട്, വരൾച്ച. അപ്പൊ ഇതൊക്കെ എന്താണ്? ജിയോഫിസിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. അതുപോലെ ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ട്. അതിൽ നമ്മളുടെ അസുഖങ്ങൾ, ഡിസീസസ്, ഇൻഫെസ്റ്റേഷൻസ്, ഇപ്പൊ കോവിഡ് വന്നില്ല, നിപ്പ വൈറസ്, അത്തരത്തിലുള്ള പാൻഡമിക്സ്, എപ്പിഡമിക്സ് ഒക്കെ വരുന്നതാണ് ബയോളജിക്കൽ ഹസാർഡ്സിൽ. ഇനി നാച്ചുറൽ ഹസാർഡ്സ് സച്ച് ആസ് ഫ്ലഡ്സ് ആൻഡ് വൈൽഡ് ഫയർ ക്യാൻ റിസൾട്ട് ഫ്രം എ കോമ്പിനേഷൻ ഓഫ് ജിയോളജിക്കൽ, ഹൈഡ്രോളജിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. ഇപ്പം വെള്ളപ്പൊക്കം, കാട്ടുതീ, ഫോറസ്റ്റ് ഫയർ ഒക്കെ എന്താണ്? ഏതിന്റെയൊക്കെ കോമ്പിനേഷനിൽ വരുന്നുണ്ട്? ജിയോളജിക്കൽ, ഹൈഡ്രോളജിക്കൽ, ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിന്റെ ഒക്കെ കോമ്പിനേഷനിലാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഘടകങ്ങളുടെ കോമ്പിനേഷനിൽ നിന്നാണ് ഈ വെള്ളപ്പൊക്കം, വൈൽഡ് ഫയർ ഒക്കെ ഉണ്ടാവുന്നത്. കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. എന്താണ് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ? മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ലോങ് ടേം റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് വിച്ച് ആർ ഇന്റൻഡഡ് ടു മിനിമൈസ് ദ ഇഫക്റ്റ് ഓഫ് എ ഹസാർഡ്. അതായത് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള, മുന്നേ കൂട്ടി സംഭവിക്കാവുന്ന റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് ആണ്. അതായത് കുറെ മീൻസ് അവിടെ സംഭവിക്കുന്ന റിസ്കുകളെ കുറയ്ക്കുക. എവിടെ നിന്നും? ഇന്റൻഡഡ് ടു മിനിമൈസ് ദ ഇഫക്റ്റ് ഓഫ് എ ഹസാർഡ്. അതായത് ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ എന്താണ്? പബ്ലിക്കിനെ നമ്മൾ അവരെ അറിയിക്കും. മീൻസ് ആ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്ക, ഫ്ലഡ് ഭീഷണിയുണ്ട്, അല്ലെ ഒരു മലയിടിച്ചിൽ സംഭവിക്കാൻ പോവാണ്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താണ്? കൺസേൺഡ് അതോറിറ്റി പബ്ലിക്കിനെ ഇൻഫോം ചെയ്യും. എന്നിട്ട് അവിടെ താമസിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ മാറ്റി താമസിപ്പിക്കും. അപ്പൊ അത്തരത്തിലുള്ളതാണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി. അവിടെ റിസ്കുകൾ ഉണ്ടാകും, അല്ലേ? അവിടെ ഇപ്പൊ അവരുടെ വീടുകളൊക്കെ നശിക്കും. പക്ഷെ ലോങ് ടേം ആയിട്ടുള്ള റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് നമ്മൾ എടുക്കാറുണ്ട്. അത്തരത്തിലുള്ളതാണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഇഫക്റ്റ് കുറയ്ക്കുക. ഇപ്പൊ അവിടുന്ന് അത്രയും ആളുകളെ മാറ്റി താമസിക്കുമ്പോൾ എന്താണ്? അത്രയും ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫ് നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. മിറ്റിഗേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 3 കമ്പോണൻസ് ആണ് വരുന്നത്. മിറ്റിഗേഷൻ ഗോൾസ്, മിറ്റിഗേഷൻ ആക്ഷൻ, ആക്ഷൻ പ്ലാൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ. അതായത് ആദ്യം ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇന്ന പോലെ ഒരു ദുരന്തം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്, ഇപ്പൊ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ചില ഗോൾസ് സെറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അവിടെ ഉള്ള ആളുകളെയൊക്കെ നമുക്ക് മാറ്റി താമസിപ്പിക്കാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വേറെ ഒരു ക്യാമ്പ് ഒക്കെ സെറ്റ് ചെയ്യണം. അവർക്ക് വേണ്ടുന്ന ഫുഡ്, ബേസിക് അമ്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് ഗോൾസ് എന്നുള്ളത് കൺസേൺഡ് അതോറിറ്റി ചെയ്യും. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ, ഇപ്പൊ അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള വെഹിക്കിൾസ്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് മാറ്റണം, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എന്താണ് അവരുടെ ഏതൊക്കെ കാര്യങ്ങൾ എടുത്തു കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള, ഇപ്പം മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടായിരിക്കും,
അവർക്ക് വേണ്ട ഫുഡ്, വാട്ടർ, പ്രോപ്പർ സാനിറ്റേഷൻ, അവരുടെ ക്ലോത്തിങ്, ഇതൊക്കെ എന്താണ്, അതനുസരിച്ച് ഒരു ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്യുക, പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഇനി അടുത്തത് മെറ്റീരിയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ട്. അതായത് ദീസ് ആർ ഹസാർഡ്സ് റിലേറ്റഡ് ടു വെദർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്. അതായത് വെദർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് മൂലം ഉണ്ടാവുന്ന ഹസാർഡ്സ് ആണ് മെറ്റീരിയോളജിക്കൽ. അതായത് ഹൊറിക്കെയിൻസ്, ടൊർണാഡോസ്, ഡ്രൗട്ട്സ്, വരൾച്ച, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, ഇത്തരത്തിലുള്ളതൊക്കെ എന്താണ്, മെറ്റീരിയോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഏതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ്, വെദർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ക്ലൈമാറ്റിക് ആൻഡ് വെദർ പാറ്റേൺസ്. അത് ക്ലൈമറ്റ് ചേഞ്ചസ് മൂലം ഉണ്ടാകുന്നതാണ്. ക്ലൈമറ്റും വെദറിൽ വരുന്ന ചേഞ്ചസ് മൂലം സംഭവിക്കുന്നതാണ് ഈ പറയുന്ന കൊടുങ്കാറ്റും വരൾച്ചയും ഒക്കെ. അത് മെറ്റീരിയോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നത്. ഇനി ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സ് ഉണ്ട്. ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, വെള്ളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ, ഫ്ലഡ് ഒക്കെ അതിനകത്ത് വരുന്നതാണ് അല്ലെ, വെള്ളപ്പൊക്കം ഒക്കെ ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നത്. പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ട്. അതിപ്പം കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, പകർച്ചവ്യാധികൾ, പാൻഡമിക്സ്, എപ്പിഡമിക്സ്, അതുപോലെ ഇൻഫെസ്റ്റേഷൻസ് ബൈ പെസ്റ്റ്, നിപ്പ വൈറസ്, അതുപോലെ എന്താണ് ഇൻവേസീവ് സ്പീഷ്യസ്, അത്തരത്തിലുള്ള ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ടാവും. ഓക്കെ. ഇനി സുനാമി, ലാൻഡ് സ്ലൈഡ്സ്, സുനാമി അറിയാമല്ലോ, പിന്നെ ലാൻഡ് സ്ലൈഡ്, സൈക്ലോൺസ്, ഇതൊക്കെ എന്താണ്, ഓരോ ടൈപ്പ് ഹസാർഡ്സ് ആണ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ പ്രൈമറി സോഴ്സ് ഓഫ് ഓർഗാനിക് പൊല്യൂഷൻ ഇൻ ഫ്രഷ് വാട്ടർ ബോഡീസ്. പ്രധാനമായിട്ടും ഫ്രഷ് വാട്ടർ ബോഡീസിൽ ഉണ്ടാവുന്ന പ്രൈമറി സോഴ്സ് ഓഫ് ഓർഗാനിക് പൊല്യൂഷൻ ഏതാണ് ഇതിനകത്ത്? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റൺ ഓഫ് അർബൻ ഏരിയാസ്, റൺ ഓഫ് ഫ്രം അഗ്രികൾച്ചറൽ ഫോംസ്, സീവേജ് എഫ്ലുവൻസസ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്. ഫ്രഷ് വാട്ടർ ബോഡീസിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്ന ഓർഗാനിക് പൊല്യൂഷനിൽ സാധ്യതയുള്ള പ്രൈമറി സോഴ്സസ് ഏതാണെന്ന് നോക്കിയേ. പ്രൈമറി സോഴ്സ് ഓഫ് ഓർഗാനിക് പൊല്യൂഷൻ ഇൻ ഫ്രഷ് വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന ഏതാണ്? സീവേജ് എഫ്ലുവൻസ് ആണ് അല്ലേ. വെള്ളത്തില്, ഫ്രഷ് വാട്ടറിൽ ഓർഗാനിക് പൊല്യൂഷൻ സംഭവിക്കാവുന്ന പ്രൈമറി സോഴ്സ് പ്രധാനമായിട്ടും വേസ്റ്റ് ആണ്. അതായത് സീവേജ് എഫ്ലുവൻസ് എല്ലാം കൂടെ വെള്ളത്തിലേക്ക് കൊണ്ട് തള്ളിയിടുമ്പോഴാണ് അവിടെ ഓർഗാനിക് പൊല്യൂഷൻ സംഭവിക്കുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത്, ലഹാർ ഈസ് എ നാച്ചുറൽ ഡിസാസ്റ്റർ ഇൻവോൾവിങ്. ലഹാർ എന്ന് പറഞ്ഞാൽ ഇത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരുന്നു. അതിൽ എന്തായിരുന്നു വരുന്നത്? ഓപ്ഷൻ എ ഇറപ്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ, ബി സ്ട്രോങ് വിൻസ്, സി സ്ട്രോങ് വാട്ടർ വേവ്സ്. സ്ട്രോങ് വിൻസ് ആൻഡ് വാട്ടർ വേവ്സ് ഏതാണ്? ലഹാർ എന്ന് പറഞ്ഞാൽ ഒരു ഇറപ്ഷൻ ആയിരുന്നു. ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഇറപ്റ്റ് ചെയ്തു പോകുന്നതായിരുന്നു ലഹാർ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ. സോ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ്, ഇറപ്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആണ് ലഹാറിൽ വരുന്നത്. ഇനി അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഫങ്ഷൻസ് അണ്ടർ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ്. അത് സാധാരണ ഒരു ജനറൽ നോളജ് ആയിരുന്നു. അതായത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഏതിന്റെ കീഴിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്? അത് ഹോം അഫയേഴ്സ് ആണ്. ഓക്കെ, അത് ഹോം അഫയേഴ്സിന്റെ യൂണിയൻ മിനിസ്ട്രിയിലാണ് ഫങ്ഷൻ ചെയ്തത്. ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദി യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഓക്കെ, ഓപ്ഷൻ സി. ഇനി ഫോർത്ത് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഹാസ് ദ ഷോർട്ടസ്റ്റ് റെസിഡൻസ് ടൈം ഇൻ ദ അറ്റ്മോസ്ഫിയർ? അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഓപ്ഷനകത്ത് പറഞ്ഞിരിക്കുന്ന ക്ലോറോഫ്ലൂറോ കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്. ഇതിനകത്ത് ഏറ്റവും ചെറിയ ഷോർട്ടസ്റ്റ് റെസിഡൻസ് ടൈം ഉള്ളത്, അറ്റ്മോസ്ഫിയറിൽ വളരെ കുറച്ച് സമയം മാത്രം നിൽക്കാൻ സാധിക്കുന്ന ഷോർട്ടസ്റ്റ് റെസിഡൻസ് ടൈം ഉള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാന്ന് ചോദിച്ചാൽ അത് സി, മീഥെയ്ൻ ആണ്. ഓക്കെ, മീഥെയ്ൻ ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് റെസിഡൻസ് ടൈം ഉള്ളത്. ഗ്രീൻ ഹൗസ് ഗ്യാസസിലെ ഷോർട്ടസ്റ്റ് റെസിഡൻസ് ടൈം വരുന്നത് മീഥെയ്ൻ ആണ്. അതായത് മൂന്നാമത്തെ ഓപ്ഷൻ സി, മീഥെയ്ൻ ആണ്. അടുത്തത് ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തൊരു മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ഇതിനകത്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ ഫസ്റ്റ് ലിസ്റ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? കുറെ നാച്ചുറൽ ഹസാർഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലഡ്, ഡ്രൗട്ട്, എർത്ത് കേക്ക്, വോൾക്കാനോ. സെക്കൻഡ് ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നത് അത് എന്തൊക്കെയാണ് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ലിസ്റ്റിൽ എന്താണ് കുറെ ഹസാർഡ്സ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ലിസ്റ്റിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നു. ഇപ്പൊ ഫസ്റ്റ് വൺ ഫ്ലഡ്. ഫ്ലഡ് എന്ന് പറയുന്ന ഇതിൽ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ലാക്ക് ഓഫ് റെയിൻഫോൾ ഓർ സഫിഷ്യന്റ് ഡ്യൂറേഷൻ അല്ല, ട്രമേഴ്സ് അല്ല, എ വെന്റ് ത്രൂ വിച്ച് മോൾട്ടൺ സബ്സ്റ്റൻസസ് കം ഔട്ട് അല്ല.
എക്സസ് റെയിൻ ആൻഡ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. ഭയങ്കരമായിട്ട് മഴ ഉണ്ടാവുകയും അവിടെ വെള്ളം എന്ന് പറയുന്നത് അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഏതാണ് ഫസ്റ്റ്? എ എന്ന് പറയുന്നത് 4 ആണ്. അപ്പം ഫ്ലഡ് എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ ആണ്, എക്സസ് റെയിൻ ആൻഡ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. പിന്നെ ഡ്രൗട്ട് ഏതായിരിക്കും? ഡ്രൗട്ട് എന്ന് പറയുന്നത് വരൾച്ച, ലാക്ക് ഓഫ് റെയിൻഫോൾ ഓഫ് സഫിഷ്യന്റ് ഡ്യൂറേഷൻ, അതായത് മഴ ഇല്ലാതിരിക്കുക, വരൾച്ച സംഭവിക്കുക. അപ്പം ബി എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്തത് എർത്ത് കേക്ക്. എർത്ത് കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രെമേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാസേജ് ഓഫ് വൈബ്രേറ്ററി വേവ്സ്, ട്രെമേഴ്സ് ഉണ്ടാവുക. അത് ഓപ്ഷൻ സി 2 ആണ് വരുന്നത്. പിന്നെ വോൾക്കാനോ അറിയാം, എ വെന്റ് ത്രൂ വിച്ച് മോൾട്ടൻ സബ്സ്റ്റൻസസ് ഒക്കെ പുറത്തു വരുന്ന ഒരു വെന്റ്, അതാണ് വോൾക്കാനോ എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി. അപ്പം എ എന്ന് പറയുന്നത് 4 വന്നു, ബി 1 ആണ്, സി 2, ഡി എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഏതാണ് വരുന്നത്? ഇവിടെ കോഡിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത്. എ 4, ബി 1, സി എർത്ത് കേക്കിന്റെ 2, ഡി എന്ന് പറയുന്ന വോൾക്കാനോ 3, എ വെന്റ് ത്രൂ വിച്ച് മോൾട്ടൻ സബ്സ്റ്റൻസസ് കം ഔട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊല്യൂട്ടൻസ് ക്യാൻ കോസ് ക്യാൻസർ ഇൻ ഹ്യൂമൻസ്? അതായത് ഇതിനകത്ത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ്? പെസ്റ്റിസൈഡ്സ്, മെർക്കുറി, ലെഡ്, ഓസോൺ. അപ്പൊ ഇതിനകത്ത് ക്യാൻസർ, ഹ്യൂമൻസിൽ ക്യാൻസർ കോസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ഏതാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എ പെസ്റ്റിസൈഡ്സ് ആണ് ക്യാൻസർ കോസിങ് പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. ക്യാൻസർ ഉണ്ടാക്കുന്നത് പെസ്റ്റിസൈഡ്സ് ആണ്. ഇനി അടുത്ത 7th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന ഈസ് നോട്ട് എ നാച്ചുറൽ ഹസാർഡ്? അതായത് ഇതിൽ നാച്ചുറൽ ഹസാർഡ് അല്ലാത്ത ഫിനോമിന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ വൈൽഡ് ഫയർ, ലൈറ്റ്നിങ്, ലാൻഡ് സ്ലൈഡ്, കെമിക്കൽ കണ്ടാമിനേഷൻ. വൈൽഡ് ഫയർ കാട്ടുതീയാണേലും ലൈറ്റ്നിങ്, ലാൻഡ് സ്ലൈഡ്സ്, മണ്ണൊലിപ്പൊക്കെ ആണെങ്കിലും എന്താണ്? നാച്ചുറൽ ഹസാർഡ് ആണ്. നാച്ചുറൽ ഹസാർഡ് അല്ലാത്ത താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എ നാച്ചുറൽ ഹസാർഡ്, അതായത് ഡി കെമിക്കൽ കണ്ടാമിനേഷൻ. കെമിക്കൽ കണ്ടാമിനേഷൻ എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻ ബീങ്സ്, മാൻ മെയ്ഡ് ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ ഉണ്ടാവുന്നതാണ് എന്ത്? കെമിക്കൽ കണ്ടാമിനേഷൻസ് എന്നൊക്കെ പറയുന്നത്. ഫാക്ടറീസിൽ നിന്നുള്ള കെമിക്കൽസ് വഴി ഉണ്ടാവുന്ന, ഇപ്പൊ വെള്ളത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഡിസീസസ് ഉണ്ടാവുന്നതാണെങ്കിലും കെമിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹസാർഡ് അല്ല. സോ നോട്ട് എ നാച്ചുറൽ ഹസാർഡ്, ആദ്യമേ അതങ്ങ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, നോട്ട് എ നാച്ചുറൽ ഹസാർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഹാവ് സ്പെസിഫിക് ടാർഗറ്റ്സ് ടു ബി അച്ചീവ്ഡ് ബൈ. നമ്മൾ പറഞ്ഞു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ 17 ഗോൾസ് ഉണ്ട്, അതായത് 17 ഗ്ലോബൽ ഗോൾസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ചില സ്പെസിഫിക് ടാർഗറ്റ്സ് ഉണ്ട്. അത് എന്ന് അച്ചീവ് ചെയ്യണമെന്നാണ് അവർ അതിനകത്ത് തീരുമാനിച്ചിരിക്കുന്നത്? ബൈ 2030. ആദ്യമേ അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു 2015 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം അത് അച്ചീവ് ചെയ്യേണ്ടത് 2030 ആണ്. അത്രയും സമയം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഹാവ് സ്പെസിഫിക് ടാർഗറ്റ്സ് ടു ബി അച്ചീവ്ഡ് ബൈ 2030. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ, the factors that are most important in determining the impact of anthropogenic activities on environment. അതായത് ഈ പറയുന്ന ഹ്യൂമൻ പൊല്യൂഷന്റെ, അതായത് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസിന്റെ ഇമ്പാക്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ ഇമ്പാക്ട് ഓഫ് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ, affluence per person and land availability per person. Second option, population, affluence per person and the technology used for exploiting resources. C, atmospheric conditions, population and forest cover. D, population, forest cover and land availability per person. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇമ്പാക്ട് ഓഫ് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് ഓൺ എൻവയോൺമെന്റ്, അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പോപ്പുലേഷൻ ഉണ്ട്, അതായത് ഓവർ പോപ്പുലേഷൻ ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞു. എഫ്ലുവൻസ് പെർ പേഴ്സൺ ഉണ്ട്. പിന്നെ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? അത് ഹ്യൂമൻ ബീങ്സ് ആണ് കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്യുന്നത്, ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. അപ്പം റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ടെക്നോളജി അത് എന്താണ്? ആന്ത്രോപോജനിക് ആക്ടിവിറ്റി ആണ്. അപ്പൊ ഏത് ഓപ്ഷനാണ് വരുന്നത്? സെക്കൻഡ് ഓപ്ഷൻ ആണ് വരുന്നത്. അതായത് population, affluence per person and the technology used for exploiting resources. Okay, ഇനി
PSC ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. വിദ്യാരംഭ 2.0 500+ അവേഴ്സ് ഓഫ് ക്ലാസ്സസ് ഉണ്ട്. 1 ഇയർ വാലിഡിറ്റി ആണ് ഉള്ളത്. അതിനകത്ത് കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LDC ബെഫ്കോ, LDC 2027 ഇനി അപ്കമിങ് LDC ആണ്. അതുപോലെ ഒരുപാട് വേക്കൻസീസും ഡിഗ്രി ഹോൾഡേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനി ബോർഡ് LGSന്റെ ക്ലാസ്സസും ആണ്. അതായത് 1 ഇയർ വാലിഡിറ്റി ആണ്. 499 മാത്രമാണ് റേറ്റ് വരുന്നത്. അതായത് ഒരു അവറിന് ഏകദേശം 0.1 രൂപ പോലും ആവുന്നില്ല. ഓക്കെ, 499 ആണ്. അത് ജോയിൻ ചെയ്യാത്തവര് ജോയിൻ ചെയ്യുക. 500+ അവേഴ്സ് ഓഫ് ക്ലാസ്സസ് ആണ് ഏറ്റവും പ്രത്യേകത. PSC ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസും ആണ്. സോ കോഴ്സ് ജോയിൻ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇത്രയും എക്സാംസിന്റെ ഒരു 1 ഇയർ വാലിഡിറ്റി വരുന്ന 500+ അവേഴ്സ് ഓഫ് ക്ലാസ്സസ് ആണ്. സോ PSC ആസ്പിറൻസ് ഒക്കെ ഇതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാട്ടർ ബോൺ ഡിസീസ്? ഈ തന്നിരിക്കുന്നതിനകത്ത് വെള്ളത്തിൽ നിന്നും പകരാത്ത നോട്ട് എ വാട്ടർ ബോൺ ഡിസീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, കോളറ, ഡെങ്ക്. എന്താ? ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് എന്താണ്? കൊതുകിൽ നിന്നും ഉണ്ടാവുന്ന, മോസ്കിറ്റോ ബൈറ്റിൽ നിന്നും ഉണ്ടാവുന്നതാണ് ആണല്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് എ വാട്ടർ ബോൺ ഡിസീസ്. ഇനി ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തെറ്റിപ്പോകും. ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈ നോട്ട് എ വാട്ടർ ബോൺ ഡിസീസ് എന്നൊന്നും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഓക്കെ, ഇനി ദ ഡോമിനന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ ഡ്യൂ ടു ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഇൻ അർബൻ ഏരിയാസ്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഇവിടെ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ, ഈ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യത അർബൻ ഏരിയാസിൽ നൈട്രജൻ ഓക്സൈഡ്സ് മൂലം പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏറ്റവും ഡോമിനന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട്, ബി കൊമേഴ്ഷ്യൽ സെക്ടർ, എനർജി യൂസ് ഇൻ ഇൻഡസ്ട്രി, ഡി എന്ന് പറയുന്നത് പവർ പ്ലാന്റ്സ്. ഏതാണ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഡോമിനന്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്? അർബൻ ഏരിയാസിലാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ റോഡ് ട്രാൻസ്പോർട്ട് ആണ്. അർബൻ ഏരിയാസിൽ നൈട്രജൻ ഓക്സൈഡ്സ് മൂലം പൊല്യൂഷൻ സംഭവിക്കുന്ന ഡോമിനന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? റോഡ് ട്രാൻസ്പോർട്ട് ആണ്. റോഡ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ്. ഇനി 12th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊല്യൂട്ടൻസ് ഈസ് ദ മേജർ കോഴ്സ് ഓഫ് റെസ്പിറേറ്ററി ഡിസീസസ്? അതായത് റെസ്പിറേറ്ററി ഡിസീസസ്, ഈ ശ്വാസതടസ്സങ്ങളും റെസ്പിറേറ്ററി പ്രോബ്ലംസ് അത്തരത്തിലുള്ള സംബന്ധിച്ചിട്ടുള്ള ഡിസീസസിന്റെ മേജർ കോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പൊല്യൂട്ടൻസിലെ മേജർ കോഴ്സ് ഓഫ് റെസ്പിറേറ്ററി ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? സസ്പെൻഡഡ് ഫൈൻ പാർട്ടിക്കിൾസ്, നൈട്രജൻ ഓക്സൈഡ്സ്, കാർബൺ മോണോക്സൈഡ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇതിലെ മേജർ കോഴ്സ് ഓഫ് റെസ്പിറേറ്ററി ഡിസീസ് പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് എ ആണ്. അതായത് സസ്പെൻഡഡ് ഫൈൻ പാർട്ടിക്കിൾസ് ആണ്. ചെറിയ ചെറിയ ഫൈൻ ആയിട്ടുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ ലങ്സിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് എന്താണ് മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത്. സസ്പെൻഡഡ് ഫൈൻ പാർട്ടിക്കിൾസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് എ പോസിറ്റീവ് ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഓൺ ദി എൻവയോൺമെന്റ്. ഈ താഴെ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒരു എൻവയോൺമെന്റിൽ പോസിറ്റീവായിട്ട് ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന ഒരു ഫാക്ടർ താഴെ നമ്മളുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം എ എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ, ബി ഓവർ പോപ്പുലേഷൻ, പൊല്യൂഷൻ, ഡി എന്ന് പറയുന്നത് കൺസർവേഷൻ. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹ്യൂമൻ ഇൻഫ്ലുവൻസ് എന്നാണ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലും എൻവയോൺമെന്റിൽ ഇമ്പാക്ട് ചെയ്യുന്നതും എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ തന്നെയാണ്. പക്ഷെ നമ്മളുടെ ചോദ്യം പോസിറ്റീവ് ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡീഫോറസ്റ്റേഷൻ ആണെങ്കിലും ഓവർ പോപ്പുലേഷൻ ആണെങ്കിലും പൊല്യൂഷൻ എന്ന് പറയുന്നതെല്ലാം എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് കൊടുക്കുന്നത്. പക്ഷെ പോസിറ്റീവ് ഹ്യൂമൻ ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന എന്താണ്? കൺസർവേഷൻ ആണ്. അതായത് ഓപ്ഷൻ ഡി. ഇതൊക്കെ തന്നെയും നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ്. ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടിക്കളയുക, അതുപോലെ ഓവർ പോപ്പുലേഷൻ, പിന്നെ വരുന്ന പൊല്യൂഷൻ ഒക്കെ എന്താണ്? നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. ഡി എന്ന് പറയുന്നത് കൺസർവേഷൻ ആണ്. കൺസർവേഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ആണ് എൻവയോൺമെന്റിൽ ഉണ്ടാവുന്നത്. ഇനി അടുത്തതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് കോഡ്. അപ്പൊ എന്താ ഇതിപ്പോ ചിലപ്പോൾ എന്താണ് നോക്കിക്കഴിയുമ്പോൾ എല്ലാ ഡേറ്റ്സും നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ഡേറ്റ് നമുക്ക് ആ ഡേറ്റിലുള്ള സംഭവം എന്താണെന്നുള്ളത് നമുക്കറിയായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നോക്കുക. ഇത്തരത്തിലുള്ള കേസസിൽ ചിലപ്പോൾ ഓപ്ഷൻസിൽ എലിമിനേഷൻ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും.
ഇവിടെ വേൾഡ് ഹെൽത്ത് ഡേ, വേൾഡ് പോപ്പുലേഷൻ ഡേ, വേൾഡ് ഓസോൺ ഡേ, വേൾഡ് എയ്ഡ്സ് ഡേ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എയ്ഡ്സ് ഡേ എന്നാണെന്നുള്ളത്. എയ്ഡ്സ് ഡേ എന്ന് പറഞ്ഞാൽ December 1 നമുക്കറിയാം. അപ്പൊ നോക്കിയേ, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ സെക്കൻഡ് വരുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഡി എന്ന് പറയുന്നത് 2 സെക്കൻഡ് ഓപ്ഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരൊറ്റ ഓപ്ഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ ബാക്കി ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്യുക. അപ്പോഴേ നമുക്ക് അവിടെ ആൻസർ കിട്ടി. ഓക്കെ, ഓപ്ഷൻ ബി. ചില കേസസിൽ ഇങ്ങനെ ഓപ്ഷൻസ് വരാറുണ്ട്. അപ്പൊ അറിയത്തില്ലെങ്കിൽ പോലും ഒരെണ്ണം അറിയാമെങ്കിൽ നമ്മൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് April 7 ആണ്. വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് പറയുന്നത് July 11 ആൻഡ് വേൾഡ് ഓസോൺ ഡേ എന്ന് പറയുന്നത് September 16. വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് December 1 ആണ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് ബി, A4, B3, C1 ആൻഡ് D2. വേൾഡ് എയ്ഡ്സ് ഡേയിൽ നിന്നാണ് നമ്മൾ ക്ലൂ കിട്ടി ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ടിക്ക് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അസേർഷനും റീസണിങ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. അസേർഷൻ, റീസണിങ്. അതിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സിൽ തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റ്സും കൊടുത്തിട്ട് അസേർഷൻ, റീസണിങ് എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിക്കാം. അസേർഷനകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ക്രിട്ടിക്കൽ ടു വെൽബീയിങ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. അസേർഷൻ പറഞ്ഞിരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് വളരെ ക്രിട്ടിക്കലാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ റീസൺ കൊടുത്തിരിക്കുന്നത്, ഈ സ്റ്റേറ്റ്മെന്റിന് റീസൺ കൊടുത്തിരിക്കുന്നത് എൻവയോൺമെന്റലി സൗണ്ട് പോളിസീസ് ഡു നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓർ ഡിപ്ലീറ്റ് ദ നാച്ചുറൽ റിസോഴ്സസ് ആണ്. എൻവയോൺമെന്റലി സൗണ്ട് പോളിസീസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റിനെ നമ്മൾ ഒരിക്കലും ദോഷകരമായി ബാധിക്കരുത്. ഡു നോട്ട് ഹാം ദ എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ആ നാച്ചുറൽ റിസോഴ്സസിനെ ഡിപ്ലീറ്റ് ചെയ്യരുത്. അതുപോലത്തെയാണ് എന്ത് എൻവയോൺമെന്റലി സൗണ്ട് പോളിസീസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. പക്ഷെ ഈ കൊടുത്തിരിക്കുന്ന റീസൺ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന അസേർഷൻ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന റീസൺ അല്ല. റീസൺ ആർ എന്ന് പറയുന്ന അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പം അസേർഷൻ കറക്റ്റ് ആണ്, അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ റീസൺ എന്ന് പറയുന്നത് എൻവയോൺമെന്റലി സൗണ്ട് പോളിസീസ് ഒരിക്കലും എൻവയോൺമെന്റിനെ ഹാം ചെയ്യുകയോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സസിനെയോ ഡിപ്ലീറ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്, പക്ഷെ റീസൺ ഒരിക്കലും എ എന്ന് പറയുന്ന അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് അസേർഷനും റീസണും കറക്റ്റ് ആണ്, ബട്ട് ആർ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. എന്നാലും ചില വാക്കുകൾ കൃത്യമായ ക്വസ്റ്റ്യൻ വായിക്കാത്തത് കൊണ്ട് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾക്ക് പെട്ടെന്ന് തെറ്റിപ്പോകുന്നത്. അറിയാം, പക്ഷെ നമ്മൾ ചെറിയൊരു അശ്രദ്ധ മൂലം ആ ഒരു ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവുകയായിരിക്കും നമുക്ക് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് നോക്കാം. അതായത് കുറെ പ്രോട്ടോകോൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അതിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതിനെ ഷോർട്ട് ഫോം ആയിട്ടും NAPCC എന്ന് പറയും. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഈ പേര് തന്നെ വായിക്കുമ്പോൾ നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ കൃത്യമായിട്ട് പറയുന്ന, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ മിഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ലോഞ്ച്ഡ് ഇൻ 2008 എന്നാണ് വന്നിട്ടുള്ളത്, 2008 ബൈ ദ പ്രൈം മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. പ്രൈം മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് 2008 ഈ ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് NAPCC ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇറ്റ് എയിംസ് അറ്റ് ക്രിയേറ്റിംഗ്, എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ? ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പബ്ലിക്, ഡിഫറെന്റ് ഏജൻസീസ് ഓഫ് ദി ഗവൺമെന്റ്, scientists, industry and the communities on the threat posed by the climate change and the steps to counter it. ഇതിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ കുറെ ഇത്തരത്തിലുള്ള എന്താണ് ആക്ടിവിസ്റ്റുകളും ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണും. അപ്പൊ അത്തരത്തില് പബ്ലിക് റെപ്രസെന്റേറ്റീവ്സിന്റെ ഇടയിൽ അവയർനെസ്, ബോധവൽക്കരണങ്ങൾ നടത്തുക. അതുപോലെ ഡിഫറെന്റ് ഏജൻസീസ് ഓഫ് ദ ഗവൺമെന്റ്, അത്തരത്തില് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരുപാട് ഗവൺമെന്റ് ഏജൻസീസ് ഉണ്ട്. പിന്നെ സയന്റിസ്റ്റ്, ഇൻഡസ്ട്രി, പിന്നെ കമ്മ്യൂണിറ്റീസ്, എന്തൊക്കെയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഉണ്ടാവുന്ന ഭീഷണി, അതുപോലെ അത് കൗണ്ടർ ചെയ്യാൻ, അതിനെ
മിറ്റിഗേറ്റ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ ആക്ഷൻ പ്ലാൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് തന്നെ 8 നാഷണൽ മിഷൻസ് ഉണ്ട്. There are 8 national missions forming the core of the NAPCC, which represent multi-prolonged, long-term and integrated strategies for achieving key goals in climate change. അതായത് 8 നാഷണൽ മിഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനകത്ത് 8 നാഷണൽ മിഷൻസ് ആണ് ഇതിൽ വരുന്നത്. അത് എന്തൊക്കെ കാര്യങ്ങളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മൾട്ടി പ്രോലോങ്ഡ്, ലോങ് ടേം ആൻഡ് ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ പറഞ്ഞിട്ടുള്ള കീ ഗോൾസ്, ഓരോ ഗോൾസ് ഉണ്ട്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോങ് ടേം ആൻഡ് ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജീസ്. മൾട്ടി പ്രോലോങ്ഡ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിൽ 8 നാഷണൽ മിഷൻസ് ഉണ്ട്. അതാണ് ഈ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പ്രധാന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് 8 നാഷണൽ മിഷൻസ് എന്ന് നോക്കിയേ. ഈ ഒരു ഡയഗ്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് മൈൻഡിൽ വരും? 8 എണ്ണം ഉണ്ട്. നോക്കിയേ, നാഷണൽ സോളാർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം, നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളജ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ഇത്രയുമാണ് എന്ത് NAPCCയുടെ 8 നാഷണൽ മിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് 8 എണ്ണം ഉണ്ട്. ഇത് തന്നിട്ട് ചിലപ്പോൾ ചോദിക്കും ഈ NAPCCയിൽ അല്ലാത്ത, ഇതിന്റെ കാറ്റഗറിയിൽ വരാത്ത മിഷൻസ് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന മിഷൻസ് ഏത്? അപ്പൊ ഈ 8 എണ്ണം എന്താണ് പഠിച്ചു വെക്കുക. നാഷണൽ സോളാർ മിഷൻ ആണ് ഒന്നാമത്തത്, നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, പിന്നെ മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ ഉണ്ട്, പിന്നെ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം അതുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ മിഷൻ, പിന്നെ നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ, പിന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളജ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇനി ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തത് നാഷണൽ സോളാർ മിഷൻ. നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പേരിൽ തന്നെ ഉണ്ട് റിലേറ്റഡ് വിത്ത് സോളാർ എനർജി. To promote the development and use of solar energy for power generation and establishment of a solar research center. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സോളാർ എനർജിയെ ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് എന്താണ് സോളാർ പവർ യൂസ് ചെയ്തിട്ട് സോളാർ റിസർച്ച് സെന്ററിന്റെ ഒക്കെ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളാണ് നാഷണൽ സോളാർ മിഷനിൽ പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങളാണ്. ടു പ്രൊമോട്ട് ദി ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് സോളാർ എനർജി. സോളാർ എനർജിയെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുക, അതിനെ യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? പവർ ജനറേഷനും അതുപോലെ സോളാർ റിസർച്ച് സെന്ററിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെയും എയിം ചെയ്തിട്ടുള്ളതാണ് നാഷണൽ സോളാർ മിഷനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, അതായത് ഫിനാൻസിങ് ഫോർ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് ടു റെഡ്യൂസ് എനർജി കൺസപ്ഷൻ and mandate specific energy consumption decreases in large energy consuming industry. Enhanced energy efficiency എന്ന് പറഞ്ഞാൽ മീൻസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സിനെ ഫിനാൻസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എനർജി കൺസപ്ഷനെ മീൻസ് ഒരുപാട് വേസ്റ്റേജ് ആക്കാതെ എനർജി കൺസ്യൂം ചെയ്ത് യൂസ് ചെയ്യാനും, അതുപോലെ സ്പെസിഫിക് എനർജി കൺസപ്ഷനെ നമ്മൾ മാൻഡേറ്ററി ആക്കുക. അത് ലാർജ് എനർജി കൺസ്യൂമിങ് ഇൻഡസ്ട്രീസിനെ കുറയ്ക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഇത്രയും എനർജി കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു മാൻഡേറ്ററി ഫീൽഡ് കൊണ്ടുവരികയാണ്. ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ളൊരു എനർജി കൺസപ്ഷനെ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഈ ഇൻഡസ്ട്രീസിലൊക്കെ എന്താണ് ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യുന്നതിനകത്തൊരു ലിമിറ്റ് കൊണ്ടുവരും. അപ്പൊ അവിടെ ഒരു ഡിക്രിമെന്റ് ഉണ്ട്. അപ്പൊ അത് ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ഒരു ലിമിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ ലാർജ് എനർജി കൺസ്യൂമിങ് ഇൻഡസ്ട്രീസിൽ ആ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള എനർജി കൺസപ്ഷനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ട്ണർഷിപ്പ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് നമ്മൾ ഫിനാൻസ് ചെയ്യണം. ഇനി നാഷണൽ വാട്ടർ മിഷൻ അത് ഈ പേര് പോലെ തന്നെ a goal of 20% improvement in water use efficiency through pricing and measures to deal with the water scarcity. അതായത് വെള്ളത്തിന്റെ കുറവ്, വാട്ടർ സ്കേർസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ യൂസ് എഫിഷ്യൻസിയിൽ 20% ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. അതായത് വേസ്റ്റ് ആക്കി കളയാതെ കൃത്യമായ അളവിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിച്ച് വാട്ടറിനെ സേവ് ചെയ്ത് വാട്ടർ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതിന് വാട്ടർ യൂസ് എഫിഷ്യൻസിയിൽ ഒരു 20% ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് aims at promoting
energy efficiency as a core component of urban planning, strengthening the enforcement of automotive fuel economy standards and waste management and recycling. അത് സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റിൽ വരുന്ന നാഷണൽ മിഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക. എയിംസ് അറ്റ് പ്രൊമോട്ടിംഗ് എനർജി എഫിഷ്യൻസി ആസ് എ കോർ കമ്പോണന്റ് ഓഫ് അർബൻ പ്ലാനിങ്. അർബൻ പ്ലാനിങ്ങിന്റെ ഒരു കോർ കമ്പോണന്റ് ആയിട്ട് കൊണ്ട് തന്നെ എന്താണ് ഈ എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഗോളാക്കി വെക്കുക. അത് വരുമ്പോൾ ഓട്ടോമോട്ടീവ് ഫ്യൂവൽ എക്കണോമിയുടെ എൻഫോഴ്സ്മെന്റ് സ്ട്രെങ്തൻ ചെയ്യുക, ഫ്യൂവൽ എക്കണോമി സ്റ്റാൻഡേർഡ്സ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് റീസൈക്കിൾ. അതായത് ഫ്യൂവൽ എക്കണോമി ഉണ്ടല്ലോ, ഈ ഓട്ടോമൊബൈൽസിനകത്തുള്ള ഫ്യൂവൽ എക്കണോമിക്കെല്ലാം ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ്, ഇന്ന സ്റ്റാൻഡേർഡിൽ ഈ ഒരു റേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം അത് സ്ട്രെങ്തൻ ചെയ്യുക. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, റീസൈക്കിൾ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യുക. അതായിരിക്കണം അതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. എവിടെ? നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്ററ്റ്. ഇനി നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം. പേര് പോലെ തന്നെ ഹിമാലയൻ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. ടു പ്രിവെന്റ് മെൽറ്റിംഗ് ഓഫ് ദ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് ആൻഡ് ടു പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി ഇൻ ദ ഹിമാലയൻ റീജിയൻ. അതായത് ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് മെൽറ്റിംഗ് പ്രിവെന്റ് ചെയ്യുക, ഹിമാലയൻ റീജിയനിലെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റത്തിൽ പറയുന്നത്. ഇനി നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ, ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയാം. നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ അല്ലെങ്കിൽ ഗ്രീൻ ഇന്ത്യ മിഷൻ. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് പ്രൊട്ടക്ടിങ്, റീസ്റ്റോറിംഗ് ആൻഡ് എൻഹാൻസിങ് ഇന്ത്യാസ് ഡിമിനിഷിങ്. ഗ്രീൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ എന്താ റിലേറ്റഡ് വിത്ത് ഫോറസ്റ്റ്, ട്രീസ്, നേച്ചർ. അപ്പൊ എന്താ റീസ്റ്റോറിംഗ്, പ്രൊട്ടക്ട് ചെയ്യുക, റീസ്റ്റോറിംഗ് ആൻഡ് എൻഹാൻസിങ് ഇന്ത്യാസ് ഡിമിനിഷിങ് ഫോറസ്റ്റ് കവർ. അതായത് ഇപ്പം നമ്മളുടെ എന്താണ് ഫോറസ്റ്റ് ഒക്കെ വെട്ടി കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ വീണ്ടും സംരക്ഷിച്ചു കൊണ്ടുവരിക. ആൻഡ് റെസ്പോണ്ടിങ് ടു ക്ലൈമറ്റ് ചേഞ്ച് ബൈ എ കോമ്പിനേഷൻ ഓഫ് അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ്. അപ്പോൾ ഡിമിനിഷിംഗ് ആയിട്ടുള്ള ഫോറസ്റ്റ് കവറിനെ നമ്മളത് റീസ്റ്റോർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ അതനുസരിച്ച് നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മൾക്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. The central objective of Green India Mission is to increase forest and tree cover in 5 million hectares. അവരുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 million ഹെക്ടേഴ്സിൽ ഈ പറഞ്ഞിട്ടുള്ള ഫോറസ്റ്റ് കവർ അല്ലെങ്കിൽ ട്രീ കവർ ഇൻക്രീസ് ചെയ്യുക. ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫോറസ്റ്റ് കവർ ഇൻ അനദർ 5 million ഹെക്ടേഴ്സ്. പിന്നീട് അടുത്തൊരു 5 million ഹെക്ടേഴ്സിൽ ഇതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം ദിസ് മിഷൻ ഈസ് ടു ഹെൽപ്പ് വിത്ത് എക്കോസിസ്റ്റം. മൊത്തത്തിൽ 10 million ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിലാണ് ഈ പറയുന്ന ഫോറസ്റ്റ് കവറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയും പിന്നെ അടുത്ത 5 million ഹെക്ടേഴ്സിൽ ഈ പറഞ്ഞിട്ടുള്ള ഫോറസ്റ്റ് കവറിന്റെ ക്വാളിറ്റിയെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പം മൊത്തത്തിൽ ടോട്ടൽ എന്ന് പറയുമ്പോൾ ആ ഒരു എക്കോസിസ്റ്റം സർവീസസുമായിട്ട് ഒരു 10 ഹെക്ടർ മില്യൺ ഓഫ് ലാൻഡിലായിരിക്കും നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് കവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഫോറസ്റ്റ് കവർ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ട്രീസ്, ആ ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ aims to support climate adaptation in agriculture through the development of climate resilient crops and expansion of weather insurance mechanisms and agricultural practices. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് പോലെ തന്നെയാണ് എന്താ അഗ്രികൾച്ചറിൽ നമ്മൾ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻസ് ഉണ്ട്. കൃഷി ചെയ്യുമ്പോഴും ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ക്രോപ്പ് പ്രാക്ടീസസ്, ഫാമിംഗ് പ്രാക്ടീസസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? വെതർ ഇൻഷുറൻസ് മെക്കാനിസംസ് എക്സ്പാൻഡ് ചെയ്യുക. അത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ദ പ്ലാൻ എൻവിഷൻസ് എ ന്യൂ ക്ലൈമറ്റ് സയൻസ് റിസർച്ച് ഫണ്ട്, improved climate modeling and increased international collaboration and encourages private sector initiatives to develop adaptation and mitigation technologies through venture capital fund. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനുള്ള സ്ട്രാറ്റജിക് നോളജിന്റെ നാഷണൽ മിഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്? ഒരു ന്യൂ ക്ലൈമറ്റ് സയൻസ് റിസർച്ച് ഫണ്ട്, അതായത് ക്ലൈമറ്റിനെ കുറിച്ച് നമ്മൾക്ക് റിസർച്ച് ചെയ്യാനുള്ള ഒരു ക്ലൈമറ്റ് സയൻസ് റിസർച്ച് ഫണ്ട് വേണം. അതുപോലെ ക്ലൈമറ്റ് മോഡലിംഗ് ഇംപ്രൂവ് ചെയ്യുക, ക്ലൈമറ്റ് മോഡലിംഗ് ആൻഡ് ഇൻക്രീസ്ഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻസ്, അതായത് എന്താണ് ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഡെവലപ്പിംഗ് കൺട്രീസിനും ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് പാർട്ട്ണർഷിപ്സിൽ വരാം. അതുപോലെ എൻകറേജസ് പ്രൈവറ്റ് സെക്ടർ ഇനിഷ്യേറ്റീവ്സ്, ഈ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന്റെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എൻകറേജ് ചെയ്യുക. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു ഡെവലപ്പ് അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ ടെക്നോളജീസ് ത്രൂ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്. ഈ സ്റ്റാർട്ടിങ്ങിനൊക്കെ ഉള്ള ഒരു
വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ഉണ്ട്. അപ്പൊ അതുവഴി നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് നോളജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു NAPCCയുടെ 8 നാഷണൽ മിഷൻസ്. പേരിൽ തന്നെ ഓരോന്നിന്റെ ക്ലൂ ഉണ്ട്. നാഷണൽ സോളാർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം, നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളജ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഓരോന്നിനും ഓരോ ഗോൾസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇനിയും കുറേ എഗ്രിമെന്റ്സും പ്രോട്ടോകോൾസും എഫേർട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എത്രത്തോളം PYQs നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നോ അത്രയും നമ്മൾക്ക് നമ്മളുടെ എക്സാമിനെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ എന്താണ് നോളജ് ഉണ്ടായിരിക്കും. അതുപോലെ അതിൻ്റെ ഫാക്ട്സും പഠിക്കാം. സിലബസ് ഏറ്റവും കൂടുതൽ സിലബസ് മൊത്തത്തിൽ കവർ ചെയ്യുന്നതിലും ഉപരി ഏറ്റവും ഫോക്കസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഏതൊക്കെ യൂണിറ്റ്സ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ പുതിയ പുതിയ ക്ലാസ്സസ് ഒക്കെ വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്തു പോവുക. സോ താങ്ക് യു.